السلام عليكم ورحمة الله وبركاته. سلام مايكل جلدن كاتب ولندل. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. ولا حول ولا قوة إلا بالله العلي المنان. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم قلبا شاكرا ولسانا ذاكرا وبدنا على البلاء صابرا وزوجة مؤمنا سيدنا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മഖ്ബൂലായ മജ്ലിസിന്റെ കൂട്ടത്തിൽ അല്ലാഹു ആക്കി തീർക്കട്ടെ. ഈ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ സർവ്വ രോഗങ്ങളും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ദീർഘകാലം അവൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട വാങ്ങിയ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ കുടുംബങ്ങൾ ആരൊക്കെയുണ്ടോ അവരെ ഖബർ അല്ലാഹു വെളിച്ചമാക്കുമാറാകട്ടെ. അവരോടൊപ്പം ഞങ്ങളെയും ജന്നാത്തുൽ നഈം എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഈ പരിപാടിക്ക് സഹായിച്ച സഹകരിച്ച നാട്ടിലുള്ള ഗൾഫിലുള്ള ഓരോരുത്തർക്കും അർഹിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സുദീർഘമായിട്ടുള്ള വഅദ് പറയാനുള്ള അവസരമല്ല. മഹാനായ സമയം തങ്ങൾ ഇൻഷാ അല്ലാഹ് സമയത്തിൽ തന്നെ എത്തും. മഹാനവരുടെ ദുആയിൽ ഉൾക്കൊള്ളാൻ നമുക്കെല്ലാം അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ജലാലിയ ദിക്റിന്റെ ഒരു വാർഷികമാണ്. മാസത്തിൽ ഒരിക്കൽ നമ്മുടെ പള്ളികളിൽ നടത്തുന്ന ഈ ദിക്ർ മജ്ലിസ് വളരെ മഹത്തമായ ഒരു ദിക്ർ മജ്ലിസാണ്. ദിക്ർ എന്ന് പറയുമ്പോൾ വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ദിക്റാണ്. അക്സിറു ദിക്റല്ലാഹി മിൻ ദിക്രിന്നാസ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ദിക്ർ നിങ്ങൾ ഏറെയാക്കണോ മനുഷ്യന്മാരുടെ ദിക്റിനേക്കാൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് നമ്മൾ മനുഷ്യന്മാരെ ചർച്ച ചെയ്യുന്നതിനേക്കാളും ഖൈർ ദിക്ർ ചെല്ലാം. നമ്മളെ മനസ്സ്, നമ്മളുടെ നാവ് ദിക്ർ ചെയ്യുന്ന നാവായിരിക്കണം.
നമ്മളെ നാവെപ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ ചെല്ലുന്ന നാവാകണം. വഖൽബൻ ശാകിറ, ശുക്ർ ചെയ്യുന്ന മനസ്സ് വേണം നമുക്ക്. അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്. ശരീരം തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്, മൂക്ക് തന്നിട്ടുണ്ട്, ശ്വസിക്കാനുള്ള എല്ലാം തന്നിട്ടുണ്ട്. ആ റബ്ബിനെ നാം സ്മരിക്കണം, ആ റബ്ബിനെ എപ്പോഴും ഓർക്കണം. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹ് തന്ന നിഅമത്ത്, അള്ളാഹ് ഇവിടെ വരുമ്പോൾ വല്ലാത്ത സന്തോഷമായി. ഈ നാട്, ഞാൻ ഈ നാടിന്റെ പല ഭാഗത്തൂടെ വാതിന് വന്നിട്ടുണ്ട്. നമ്മളെ ഉസ്താദിന്റെ ഇവിടെ വന്നത് കുറച്ച് മുന്നേ കിട്ടുന്നൊരു പള്ളി ഉണ്ട്, ചെറിയ പള്ളി. എന്തൊരു നാടിന്റെ പേരാണ് എനിക്ക് ഓർമ്മയില്ല. അവിടെ വന്നിട്ടുണ്ട്. സുങ്കത കെട്ടിയാൽ പലപ്പോഴും പല മുദരിസുമാരുണ്ടായിരുന്നു, അവിടെ ഞാൻ വന്നിട്ടുണ്ട്. അതുപോലെ പൈവലിക്ക, പൈക്ക എല്ലാ സ്ഥലത്തും ഞാൻ വാതിന് വരാറുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമായി കാണുന്ന പള്ളിയും പരിസരവും നല്ല ആവേശമെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷമായി. അൽഹംദുലില്ലാഹ്, ഖിയാമത്ത് വരേക്കും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഈ പള്ളിക്ക് സ്ഥലം തന്ന വ്യക്തിക്കും പള്ളി കെട്ടിച്ചു തന്നവർക്കും അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. ഇതിന് ശ്രമിക്കുന്ന പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ, ചെറുപ്പക്കാർ, ഉസ്താദുമാർ ആരൊക്കെയുണ്ടോ, അവർക്ക് അല്ലാഹു അർഹിക്കുന്ന വിധത്തിൽ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്. ആ നിഅമത്ത് എപ്പോഴും മറക്കാൻ പാടില്ല. ആയുസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ 60 വയസ്സിൻ്റെവരുണ്ട്, 70 വയസ്സുകാരുണ്ട്, 30 വയസ്സിൻ്റെ ആളുണ്ട്, 10 വയസ്സിൻ്റെ ആളുണ്ട്, 5 വയസ്സിൻ്റെ ആളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും റബ്ബിനെ ഒന്ന് ഓർക്കണം. പടച്ച റബ്ബിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ സമയങ്ങൾ, നമ്മുടെ മിനിറ്റുകൾ അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. നിങ്ങളെ വിലയേറിയ സമയങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. നമ്മുടെ ശ്വാസവും നമ്മുടെ മനസ്സും എപ്പോഴും അള്ളാഹുമായിട്ടുള്ള ബന്ധം വേണം. ആലിമീങ്ങളും സദാത്തുമായിട്ടുള്ള ബന്ധം വേണം. ഔലിയാവുമായിട്ടുള്ള ബന്ധം വേണം. വെറും നമ്മൾ സ്വന്തം മാത്രം മനസ്സിലാക്കിയ പോരാ. നമുക്ക് ആലിമീങ്ങളോടുള്ള ബന്ധം വേണം, സാദാത്യങ്ങളോടുള്ള ബന്ധം വേണം, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുമായിട്ടുള്ള ബന്ധം വേണം. കാരണം ഔലിയ എന്ന് പറഞ്ഞാൽ ആരാ? ഇൻ ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ, തഖ്വ ഉള്ളവരാണ് ഔലിയാക്കന്മാർ. അല്ലാതെ ഒരു പച്ച തട്ടം കെട്ടിയിട്ട് ഒരു 10-15 മോതിരം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പിട്ട് ഔലിയായി എന്നല്ല. പക്ഷെ ഔലിയാവണമെങ്കിൽ തഖ്വ വേണം. തഖ്വയിൽ അധിഷ്ഠമായി ജീവിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവരുമായിട്ടുള്ള ബന്ധം വേണം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്സാദിഖീൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സത്യവാന്മാരോട് കൂടെ ആവണം. ഔലിയാവുമായിട്ടുള്ള ബന്ധം വേണം. അതല്ലേ സൂറത്തുൽ കഹഫ് നമ്മൾ എപ്പോഴും വെള്ളിയാഴ്ച ഓതാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെ പള്ളിയിൽ ആയിരക്കണക്കുള്ള ആ സൂറത്തുൽ കഹഫ് ഉണ്ട്. അത് 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ഓതുന്നവരുണ്ട്. വെള്ളിയാഴ്ച രാത്രിയിൽ ഓതുന്നവരുണ്ട്. ആ സൂറത്തുൽ കഹഫിൽ ഗുഹാവാസികളുടെ ചരിത്രം അതിൽ പറയാറുണ്ട്. 7 ചെറുപ്പക്കാർ ദഖ്യാനൂസ് രാജാവിന്റെ അക്രമം സഹിക്കാൻ കഴിയാതെ അവരെ ധീനുമായിട്ട് ഒരു എഞ്ചലൂസ് പർവ്വതത്തിലേക്ക് ചെല്ലുന്നു. ആ എഞ്ചലൂസ് പർവ്വതത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെ പിന്നാലെ ഒരു നായയും പോകുന്നു. ആ നായനെ കണ്ടപ്പോൾ 7 ചെറുപ്പക്കാർ കല്ലെറിയുന്നു. അപ്പോഴാണ് ആ നായ സംസാരിക്കുന്നത്. ഓ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാവാസികളെ, ഓ 7 ചെറുപ്പക്കാരെ, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെട്ട ജനങ്ങളാണ് നിങ്ങൾ, അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പിരിശം വെക്കുന്നുണ്ട്, എന്നെ ആട്ടി ഓടിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ഒരു നായ പറഞ്ഞു. ആ നായ പറഞ്ഞത് എന്താ? എന്നെ ആട്ടി ഓടിക്കണം, നിങ്ങളെ കൂടെ ഞാനും വരുന്നുണ്ട്. എഞ്ചലൂസ് പർവ്വതത്തിന്റെ ഗുഹയിൽ 300 ചില്ലാറും വർഷങ്ങൾ അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങിപ്പോയി. കൂടെ നായയും ഉറങ്ങി. ആ നായ സ്വർഗത്തിലാണെന്ന് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നായയുടെ പേരാണ് ഖിത്മീർ. ഇന്ന് ബദരീങ്ങളെ 313 പേര് എഴുതുമ്പോ അതിന്റെ നടുവിൽ ഒരു പേരെഴുതുന്ന ഖിത്മീർ. സഹാബിന്റെ പേരല്ലത്. ഐന് നജസായ
തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ആ നായയുടെ പേരാണ്. കാരണം നായ സ്വർഗത്തിൽ പോകാനുള്ള കാരണം നിസ്കരിക്കാനുള്ള കൽപ്പനയില്ല, ദിക്ർ ചെല്ലാനുള്ള കൽപ്പനയില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയായിന് ഇഷ്ടപ്പെട്ട ഒറ്റ കാരണം കൊണ്ട് റബ്ബ് സ്വർഗത്തിലാക്കി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇബാദത്ത് ചെയ്താൽ പോരാ, നിസ്കരിച്ചാൽ പോരാ, സക്കാത്ത് കൊടുത്താൽ പോരാ, ഹജ്ജിനും ഉംറക്കും പോയാൽ പോരാ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുമായിട്ടുള്ള ബന്ധം വേണം, ആലിമീങ്ങളായിട്ടുള്ള ബന്ധം വേണം, സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളായിട്ടുള്ള ബന്ധം വേണം. ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്, അത് ഒരിക്കലും ഒഴിവാക്കിക്കൂടാ. ആലിമീങ്ങളെ ഇഷ്ടപ്പെടുക, മുതഅല്ലിമീങ്ങളെ ഇഷ്ടപ്പെടുക, ഇൽമിന്റെ അഹ്ലുകാരെ ഇഷ്ടപ്പെടുക. ആരാണ് ഉലമാ, ആരാണ് സദാത്ത്? സാധാരണക്കാരല്ല. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളാണ് ഔലിയാക്കന്മാരും സാലിഹീങ്ങളും സാദാത്യങ്ങളും ഉലമാക്കളും. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. എന്റെ സമുദായത്തിന്റെ ആലിമീങ്ങൾ അമ്പിയാക്കന്മാരെ പോലെയാണ്. ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അവരെ മുണ്ടാസിനെ പോലും ബഹുമാനിക്കുന്നല്ല, അവരെ താടിനെ ബഹുമാനിക്കുന്നല്ല, അവരെ ഇൽമിനെയാണ് ബഹുമാനിക്കൽ. മുഅ്മിനീങ്ങളെ, ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടില്ലേ, ഇൽമിന്റെ സ്ഥാനം അത് വലുതാണ്. കോടിക്കണക്കിൽ ഒരു വീട് കെട്ടിയാൽ ആ വീട് ഒരു മകനിക്ക് കൊടുത്താൽ ദുനിയാവിനേക്കുള്ള പ്രതിഫലം കിട്ടുമെന്നല്ലാതെ അതേ നിലക്ക് നിന്റെ കുഞ്ഞിക്ക് അലിഫ് എന്നൊരു അക്ഷരം പഠിപ്പിച്ചാൽ കോടിന്റെ വീടിനേക്കാളും ഖൈറാണെന്ന് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ കുഞ്ഞിക്ക് അലിഫ് എന്നുള്ളൊരു അക്ഷരം പഠിപ്പിച്ചാൽ മതി, നിങ്ങൾ കോടി നിങ്ങൾ മകന് ചെലവാക്കുന്നതിനേക്കാളും ഖൈറാതാണ്. അതല്ലേ ഖൈറുൽ അബായി അല്ലമക്കൽ ഖൈർ. ഞങ്ങളെ നമ്മളെ കുഞ്ഞുങ്ങളെ ബാപ്പയാണ്. ഏറ്റവും ഖൈറായ ബാപ്പയാരാണ്? ഖൈറുൽ അബായി മൻ അല്ലമക്കൽ ഖൈർ. ഖൈർ പഠിപ്പിക്കുന്ന, ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് ഉത്തമരായ ബാപ്പമാരെന്ന് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, സദർ ഉസ്താദ്, നമ്മളെ ഖതീബ് ഉസ്താദ്, നമ്മളെ മുദർരിസ് ഉസ്താദ്, നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഇൽമ് സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ ബാപ്പനേക്കാളും ഖൈറായ ബാപ്പ ഉസ്താദുമാരാണ്. ഉസ്താദന്മാർ വലിയ ബഹുമാനിക്കേണ്ടവരാണ്. അലിഫ് പഠിപ്പിച്ച ഉസ്താദ്, ബാ പഠിപ്പിച്ച ഉസ്താദ്. കാരണം നിങ്ങളെ മക്കൾ നന്നാകാനുള്ള കാരണം നിങ്ങളെ ഉസ്താദാണ്. ഉസ്താദ് പഠിപ്പിക്കുന്നു, മോനെ ബാപ്പ ആരാണെന്നറിയോ? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. റബ്ബ് വിധിച്ചു കഴിഞ്ഞു പോയി, റബ്ബിന്റെ വിധി കഴിഞ്ഞു പോയി. എന്താണ് വിധി? അല്ലാഹുക്ക് നിങ്ങൾ വഴിപ്പെടണം, അല്ലാഹുക്ക് നിങ്ങൾ വഴിപ്പെടണം, ഇബാദത്ത് എടുക്കണം. പോരാ, വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളെ ബാപ്പമാർക്കും ഉമ്മമാർക്കും ഗുണം ചെയ്യണം. ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, അനിയൻ വേണ്ട, ജ്യേഷ്ഠൻ വേണ്ട എന്നാരെങ്കിലും കരുതി പോയെങ്കിൽ അവന്റെ ഇബാദത്തിന് ഒരു ഫലവുമില്ല. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹിമ മുഹമ്മദുർ റസൂലുള്ളാഹി. കുടുംബം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അവൻ എത്ര വലിയ ആളായാലും, 14 ഹജ്ജിന് പോയാലും, ഉംറക്ക് പോയാലും, 24 പള്ളിയിൽ ഇരുന്നാലും, മോനെ അനിയനെ ദൂരത്താക്കിയാൽ, ബാപ്പനെ ദൂരത്താക്കിയാൽ, ഉമ്മാനെ ദൂരത്താക്കിയാൽ, ഭാര്യ കുടുംബത്തിനെയും ഭർത്താവ് കുടുംബത്തിനെയും ദൂരത്താക്കിയാൽ, സ്വന്തം അനുജനോടും പെങ്ങളോട് അൽസം വെച്ചാൽ അവന്റെ ഇബാദത്ത് സ്വീകരിക്കൂല. സ്വർഗത്തിന്റെ മണവും കൊണവുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഉമ്മ ബാപ്പനെ മലാദരിക്കണം, ഉസ്താദുമാരെ ബഹുമാനിക്കണം. നോക്കൽ സുന്നത്തുള്ള 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഒന്ന്, ഇവിടെ ശ്രദ്ധിക്കണം, കഅബനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഫോട്ടോത്തിൽ നോക്കും പോലെയല്ല, ആ കഅബനെ ഒന്ന് നേരിട്ട് കാണാൻ, ആ കഅബനെ ഒന്ന് നേരിട്ട് കാണാൻ
മരിക്കുന്നതിന് മുമ്പ് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനുകളെ, കഅബനെ നോക്കിക്കൊണ്ടിരിക്കൽ സുന്നത്താണ്. അതുപോലെ സുന്നത്തായ മറ്റൊരു കാര്യമുണ്ട്, മുസ്ഹഫിനെ എങ്ങനെ നോക്കുക. ഇപ്പൊ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ആയിരക്കണക്കുള്ള മുസ്ഹഫ് ഉണ്ട്. ആരെങ്കിലും ഓതലുണ്ട? മുക്കുറിച്ച തുടച്ചിട്ട് മണ്ണ് പോയല്ലാതെ അത് ഓതാൻ സമയമുണ്ട, നോക്കാൻ സമയമുണ്ട. നമ്മളെ പൊരലിലും ജംഗത്തിലും അട്ടത്തിൽ എത്ര മുസ്ഹഫ് ഉണ്ട്, നോക്കാൻ നമുക്ക് സമയമുണ്ടോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അന്നദുറു ഇലൽ മുസ്ഹഫ്, മുസ്ഹഫിലേക്ക് നോക്കൽ സുന്നത്താണ്. പടച്ച റബ്ബ് നോക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരക്ഷരം ഖുർആനിന്റെ ഒരക്ഷരം നമ്മൾ വീണ് കിട്ടിയാൽ അതിനെ ആദരിച്ച കാരണം കൊണ്ട് സ്വർഗാവകാശിയാവുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് കണ്ടില്ലേ, ഖുർആനിനെ നമ്മളൊരു കളി പോലെയാക്കലുണ്ട്. നമ്മളെ ഗേറ്റിലും നമ്മളെ റിക്ഷയിലും നമ്മളെ വണ്ടിയിലും നമ്മളിതാ ഒരു പുര കെട്ടുമ്പോൾ സുബ്ഹാനല്ലാഹ്, പുര ഉസ്താദ് കുറ്റിയടിച്ചിട്ട് നല്ലോണം തുഴർന്നിട്ട് ബദരീങ്ങളെ ഏൽപ്പിച്ചിട്ട് പോന്നു. ഓനിക്ക് മനസ്സിന് സമാധാനം ഇല്ല. ഓൻ കുറച്ച് ബിൽഡിങ് ഉയർന്നു പോകുമ്പോ ഒരു ബൊമ്പന്റെ മണ്ണിന്റെ ബൊമ്പെല്ലാക്കിയിട്ട് ഒരു തൊഴയിൽ ഒരു കറുത്തിനെല്ലാം അട്ടിമറിച്ചിട്ട് നെഞ്ഞിക്കൊരു മാഷാ അല്ലാഹ്. എന്താ അത്? കണ്ണ് വീന്നേന് ഉസ്താദ്, കണ്ണ് വീന്നല്ല, വെളുക്കാൻ തെച്ചത് പാണ്ടായി പോയി ചെല്ലൊരു കഥ കേട്ടുന. ഞമ്മ തേക്കുന്നത് കണ്ണീര് തട്ടാണെന്ന് വിചാരിച്ചിട്ടാ. ആ മാഷാ അല്ലാഹ് എന്നുള്ള ദിക്റിലേക്ക് ഒരു കാക്കയോ ഒരു നായോ പാത്തിയാൽ സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. എന്തിനേറെ പറയുന്നു, ആലിമിങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫ്ലെക്സ് അടിച്ചിട്ട് വെക്കലുണ്ട്. ഹംസുലമാണ്ടതുണ്ട്, താജുലുലമാണ്ടുണ്ട്. അല്ലാഹു ഒരു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ഖായിദുസ്സമാൻ സുൽത്താൻ ഉലമ എപി ഉസ്താദിന്റെ ഫോട്ടോ വെക്കലുണ്ട്. കടലുണ്ടി തങ്ങളെ ഫോട്ടോ വെക്കലുണ്ട്. ജിഫ്രി തങ്ങളെ ഫോട്ടോ വെക്കലുണ്ട്. ഹൈദർ അലി ശിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് ശമീമ് തങ്ങളെയും നമ്മളെ ഖുദ്വത്തു സാദാത്ത് ബഹന ആറ്റക്കോയ തങ്ങളെയും ഫോട്ടോ ഇങ്ങനെ ഫ്ലെക്സ് വെക്കലുണ്ട്. നമുക്ക് പ്രചാരപ്പെടുത്താൻ വേണ്ടി വെക്കുന്നു വിചാരിക്കാം. അതിന് കാക്ക തൂറിയാലോ തിരക്ക് വന്നിട്ട്. ആറ്റക്കോയ തങ്ങളെ ഫോട്ടോ ഒക്കെ വന്നിട്ട് ഒരു കാക്ക കഷ്ടിച്ച് പോയില്ലേ. അവർ പ്രചാരപ്പെടുത്താൻ വേണ്ടി വെച്ചിട്ട് വെക്കാതിരിക്കാൻ കാര്യമില്ല. ഇന്ന് പ്രചാരം നമ്മളെ ബഹുമാനപ്പെട്ട ഫസൽ മീഡിയ ഉസ്താദ് GM ഫാമിലി, നല്ലൊരു ഫാമിലിയാണ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഫസൽ മീഡിയയിൽ പ്രചാരം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ വൈറലാന്ന് അങ്ങനെയല്ല, എൻ്റെ പ്രസംഗം എത്രയോ വൈറലായിട്ടുണ്ട്. ഇപ്പൊ വൈറലും നമ്മളെ കൂറത്തുസ്താദ് കൂറത്തങ്ങ ചെല്ലിയ പോലെ ഇത് നല്ലതുകൊണ്ട് വിളക്കുമുണ്ട്. ബഹുമാനപ്പെട്ട ഫസൽ മീഡിയ അങ്ങനെയല്ല, നല്ലതന്നെ പ്രചാരം ചെയ്യുന്നുണ്ട്. നല്ല കാര്യം എടുത്തിട്ട് ഇപ്പൊ ഇന്ന് ഇവിടെ പ്രസംഗിച്ചതും ഇവിടെ ചെയ്തതും എല്ലാം എവിടത്തേക്ക് എത്തിപ്പോയി. ഗൾഫിൽ മാത്രമല്ല, നാടാകെ മുഴുവനും. ചിലപ്പോ ഈ നാട്ടുകാരനെ വയതിൽ വന്നിട്ടേയും കേട്ടോണ്ടാവും, എന്തിന്റെ ബഗിലിനെ നോക്കണോ, ചെല്ലുന്നല്ല ബഗിലിനെ. അല്ല കാക്കട്ടെ, പടച്ചിറപ്പ് കാക്കട്ടെ. ഈ നാട്ടുകാരങ്ങനെയല്ല, എനിക്കുള്ള സന്തോഷമായി. നല്ല സുന്ദരമായ പള്ളി, നല്ല ഡെക്കറേഷനിലാക്കിയിട്ട് ചെറുപ്പക്കാരൻ്റെ ആവേശമെല്ലാം കാണുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ പള്ളി ഖിയാം വരേക്കുള്ള നിലനിർത്തട്ടെ. പക്ഷേ പള്ളി ഉണ്ടായാൽ പോരാ. പള്ളി സുബ്ഹാനല്ലാഹ് ഇന്നിപ്പോ ഏതെല്ലാം മോഡലിൽ പള്ളി ആയിട്ടുണ്ട്. പുര പോലെ പുര കെട്ടുന്ന കാണുന്നില്ലേ? ഇപ്പല്ല പുര കെട്ടിയ ഉസ്താദ്, എൻ്റെ പുര 400 കോടി, 40 കോടി, 50 കോടി, 500 കോടി. ഞാൻ സാധാരണ പറയലുണ്ട് 400 കോടിന്റെ പുര ഉസ്താദ്. എതിർ ഖത്തർ, ഉള്ളു ദുബൈ, അക്കൂസു ലണ്ടൻ്റെത്, ലൈറ്റ് സിംഗപ്പൂരിൻ്റെത്, ഉഡ്ഡു മലേഷ്യത്തേത്, ഭൂമി മാത്രം ഇന്ത്യത്തെ. സുബ്ഹാനല്ലാഹ്, പടച്ചറബ് സലാമത്താക്കട്ടെ. എന്നിട്ട് ചെന്നെന്തറിയ ഉസ്താദ്, എൻ്റെ പുരക്ക് ശൈത്താൻ വരലാവാ. എന്താ 40 കുപ്പി കെട്ടിനെ ഞാൻ. എൻ്റെ പുരന്റെ മുഴുവനും കമ്പൗണ്ടിൽ ഒരു 30 കുപ്പി കുത്തി വെച്ചിന്. എൻ്റെ പുരലൊരു 40 കുപ്പി. ശൈത്താൻ വരുവാ, ഗ്യാരണ്ടി വരലറാ. എന്തേ കാരണോ? ആ കുപ്പിനെ പേടിച്ചിട്ടല്ല, കുപ്പിന്റെ ഉള്ളിലൊരു സാധനമുണ്ട്, തകട്. അത് വലിയ ശക്തിയായ തകടാണ്, ശൈത്താനെ ഓടിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഹുമീങ്ങളെ, എനിക്കൊരു ഓർമ്മ വരുന്നത്, നമ്മൾ പൊടിക്കുഞ്ഞു ആചാർ പണ്ട് വലിയ കിതാബിയ, നമ്മൾ ഹമീദ് ലത്തീഫിന്റെ ബാപ്പ,
ഹമീദ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പരിചയം മുന്നൊന്നുമല്ല, ഇപ്പൊന്നുമല്ല. ഞാൻ ചെറുപ്പത്തിലെ വയത് പറയുമ്പോൾ വയത് തുടങ്ങിയപ്പോൾ തന്നെ എന്നെ എല്ലാ പല സ്ഥലത്തും വിളിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടെയും ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫിയാണ്. അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകട്ടെ. മൂപ്പരെ ബാപ്പ നല്ലൊരു കിതാബിയും ഇവിടുത്തെ സുഗതഘട്ടന്റെ പ്രസിഡന്റും ആയിരുന്നു തോന്നുന്നു പണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തട്ടെ, ഖബർ വിശാലമാക്കട്ടെ. എൻ്റെ മുഅ്മിനുകളെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു 40 കോടിന്റെ വീടിൽ ശൈത്താൻ വരൂല. ഓന്റെ വിശ്വാസത എന്ത് കുപ്പി കെട്ടിനുമ്മ കുപ്പിന്റെ ഉള്ളിൽ തകടക്ക് മേടിച്ചിട്ട് ശൈത്താൻ വരില്ല. ഗ്യാരണ്ടി തന്നെ. സംശയം ഉണ്ടാ? സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കുപ്പി വെക്കുക, സംശയമില്ല. പക്ഷേ ശൈത്താന് പുറത്തുനിന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളിൽ തന്നെ ഉണ്ടല്ലേ ശൈത്താന്. പുറത്തത്തെ ശൈത്താൻ വന്നില്ലെങ്കിൽ ഉള്ളിൽ ശൈത്താൻ ഉണ്ടല്ലേ. ആരാ നിന്റെ ഓളന്നെ? ഒരു ദിക്റിങ് ചെല്ലിനാള, ഒരു നിസ്കാരം ഉണ്ട് വീട്ടിൽ. പള്ളി നല്ല സുന്ദരമായ നിലക്ക് ബാങ്ക് വിളിക്കുന്നു. നമാസ്കു ആവോ, സ്കാരത്തിന് വാമോനെ. അള്ളാന്റെ പള്ളിയിൽ നിന്നിട്ട് നല്ല സുന്ദരമായ നിലക്ക് വിളിക്കുമ്പോ ഞങ്ങൾ എവിടെ? ചിലപ്പോ കബഡിയിലായിരിക്കും, കബഡി. ചിലപ്പോ വോളിബോളിലായിരിക്കും. ചിലപ്പോ അങ്ങാടിന്റെ തിരക്ക് കൊണ്ടിട്ട് ബാങ്ക് എന്നെ ശ്രദ്ധിക്കലില്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് കൊടുക്കുന്ന ആൾക്കുള്ള മഹത്വം എന്താ? 12 കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ സ്വർഗം മുജൂബാണെന്ന് താഹ റസൂലിനാൽ. 12 കൊല്ലം ബാങ്ക് ജോലി നടത്തിയെങ്കിൽ സ്വർഗം എനിക്ക് നിർബന്ധം. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയില്ലേ, ഞാനൊരു മുഅദ്ദിനാവൻ ആശിക്കുകയാണ്. ഞങ്ങൾക്ക് മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ മുഅദ്ദിന്റെ പണി താഴ്ന്നത് വിചാരിച്ചിട്ടുണ്ട. നാല് മഅശറിൽ വെച്ച് നീളം, അതേ കഴുത്ത് നീളമായിട്ട് കാണുന്നത്, ആവേശമായിട്ട് 4 മഅശറിൽ കാണുന്നത് ആരാണ്? മുഅദ്ദിനീങ്ങളാണ്, ബാങ്ക് കൊടുക്കുന്ന ആളാണ്. ബാങ്കിന് വലിയ പവറുണ്ട് മുഅ്മിനീങ്ങളെ. ബാങ്കുള്ള സ്ഥലത്ത് ശൈത്താൻ ഉണ്ടാവൂല. ഒരു ബോധക്ഷനായ മനുഷ്യന്റെ അവനക്ക് ചെരുപ്പിലടിക്കുന്നതല്ല. ഒരു ബോധത്തിൽ കിടന്ന് അബോധത്തിൽ പാവാം. ഓന് ചെരുപ്പിലടിച്ചു നിൽക്കുവോ? ഓന്റെ ചെവിട്ടൊന്ന് ബാങ്ക് കൊടുക്കുക, ഉടനെ എനിക്ക് നിൽക്കും. അല്ലാ, ബാങ്ക് കൊണ്ട് എല്ലാ ശർറും മാറും. ബാങ്ക് എവിടെയെല്ലാം കേൾക്കുന്നു ഞാൻ വീട്ടിലേക്ക്, അവിടെ ശൈത്താന്റെ ശല്യമില്ല. യാത്ര പോകുന്നവൻ, ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ, നല്ല കച്ചവടത്തിന് പോകുന്ന സമയത്ത് വീട്ടുകാർ എന്ത് ചെയ്യണം? അവൻ യാത്ര പോകുന്നത് വരെ, അവന്റെ കാറിൽ കയറുന്നത് വരെ ഉള്ളവർ ബാങ്ക് വിളിക്കണം. എന്തേ? അവന് നല്ല നിലക്ക് റാഹത്തോടെ യാത്ര ചെയ്ത് വരണം. ഒരു ശൈത്താന്റെ ശല്യമോ ഉണ്ടാകരുത്. അതുകൊണ്ട് ബാങ്ക് വിളിക്കണമെന്ന് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. അതുകൊണ്ട് ബാങ്കിന് വലിയ പവറുണ്ട്. നമ്മളെ പള്ളിയിൽ ബാങ്ക് വിളിക്കലുണ്ട്. ബാങ്കുണ്ടല്ലേ? ബാങ്ക് ഉണ്ടായിട്ടില്ല, ഇൻഷാ അല്ലാഹ് തുടങ്ങും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാങ്കും തുടങ്ങും, ദർസും തുടങ്ങും, എല്ലാം വേണം അവിടെ. അതിന് ആവേശകരമായിട്ടുള്ള പ്രവർത്തനം കാണുന്നില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജുമാ ഉണ്ട്, ജുമാ ഉണ്ടെങ്കിൽ നിസ്കാര പള്ളിയാകുമ്പോ ഒരാൾ കെട്ടിച്ചു കൊടുത്തു എന്ന് തോന്നുകൊണ്ട് അങ്ങനെ വിടാനുള്ള പള്ളിയല്ല. ഞമ്മ എല്ലാവരും ഇതിനെ എന്താക്കണം? സ്നേഹിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന പള്ളിനെ സ്നേഹിക്കുന്ന എങ്ങനെ? ബിസ്വല, നിസ്കാരം കൊണ്ട് സ്നേഹിക്കുക, ദിക്ർ ചൊല്ലിട്ട് സ്നേഹിക്കുക. പള്ളി എന്ന് പറഞ്ഞാൽ നല്ല ഡെക്കറേഷൻ ആയി വെച്ചിട്ട് ഒരു ബാങ്ക് വിളിച്ചാ പോരാ. ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ സ്കാരത്തിന് വാമോനെ എന്ന് വിളിക്കുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം കൻസും മിൻ കുനൂസിൽ ജന്നാ. ഈ ദിക്ർ സ്വർഗ്ഗത്തിന്റെ ഒരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നമ്മളെ നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഈമാനിനെ ശക്തിപ്പെടും, നമുക്കുള്ള രോഗങ്ങൾ മാറ്റിത്തരും, നമ്മളെ വിഷമങ്ങൾ തീർത്തു തരും. സഹോദരങ്ങളെ, എനിക്ക് സുഗർ ഇങ്ങനെ കൂടിയപ്പോ ഞാന് ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങൾ കുമ്പോലിന്റെ അടുത്ത് പോയി. മൂപ്പര് എന്നെ കണ്ടിട്ട് പറഞ്ഞു, സുഗറിന് പേടിക്കണ്ട, അത് റഹ്മത്ത്,
യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലിയാൽ മതി. ഞാൻ ഇതുവരെ ആ ദിക്ർ ചൊല്ലിക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 18 കൊല്ലം കഴിഞ്ഞിട്ട് പോയി മൂപ്പരെടുത്ത്. മൂപ്പര് നോക്കിയപ്പാട് പറഞ്ഞു, നോക്ക്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നവർ. കുപ്പിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ പോലെ തങ്ങൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു, 18 കൊല്ലത്തിന് ശേഷം വന്ന ഫൈസി ഉസ്താദല്ലേ, നിങ്ങൾക്ക് ഞാൻ ഗുളിക മാറ്റിത്തരാം. അന്ന് തന്നെ ഗുളിക ഏത്? യാ ഹയ്യു യാ ഖയ്യൂം. ഇന്ന് ഗുളിക മാറ്റിയതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 99 പ്രാവശ്യം പറഞ്ഞിട്ട് വെള്ളത്തിൽ ഊതി കുടിച്ചാൽ ഒരു പേടിയും പേടിക്കണ്ട. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ദിക്റിന് വലിയ മഹത്വമുണ്ട്. ഈ ജലാലിയ ദിക്റാവട്ടെ, അദ്ദാദ് റാത്തീബാവട്ടെ, റിഫായ റാത്തീബാവട്ടെ, ഗൗസുൽ ആളമിന്റെ റാത്തീബാവട്ടെ, ആ മഹാന്മാർ പതിവാക്കിയത് കൊണ്ടാണ് വലിയ കുത്തുബായതും വലിയായതും. മൊയ്‌ദീൻ ശൈഖ് വലിയ മഹാനാവാൻ കാരണം 25 ആണ്ടോളം വഅദ് പറഞ്ഞവർ. സുബ്ഹാനല്ലാഹ്, 25 വർഷത്തോളം വഅദ് പറഞ്ഞു നടന്ന മഹാനാണ് ഗൗസുൽ ആളം. ദിക്ർ പറഞ്ഞു നടന്ന മഹാനാണ് ഗൗസുൽ ആളം. ഏതാണ് ദിക്ർ? യാ ഹന്നാനു യാ മന്നാൻ യാ ദയ്യാനു യാ സുബ്ഹാൻ ഹാ ഹു ഹി ഹയ്യുൻ. അത് കറാട്ടല്ല. അതെന്താ പള്ളിയിൽ കറാട്ടല്ല, കറാട്ടല്ല. അത് ഹാ അറിയണം, ഹീ പറയണം, ഹു അല്ലാഹു. സുബ്ഹാനല്ലാഹ്, അർത്ഥമുള്ള ദിക്ർ. അംഫാസിയായ ദിക്റുണ്ട്, സാദുലി റാത്തീബുണ്ട്, കേട്ടില്ലേ? എന്നില്ല അത് ചേങ്കഞ്ഞ നല്ല ദിക്റാ. ശ്വാസത്തിൽ പറയുന്ന ദിക്റുണ്ട്. നമ്മുടെ ശ്വാസവും നമ്മുടെ എല്ലാം ദിക്റാ. മഹാന്മാർ പതിവാക്കിയതാണ്. അതുകൊണ്ടല്ല അവർക്ക് ഒരു രോഗവുമില്ല, ഒരു വിഷമവുമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ജലാലിയായ റാത്തീബ് പതിവാക്കുന്ന നാടും പതിവാക്കുന്ന ആൾക്കാർക്കും ഒരു രോഗവും വരൂല. അല്ലാഹു കാക്കട്ടെ. അതിന് സംഭാവന ചെയ്ത വ്യക്തികൾ, അതിന് ഭക്ഷണം കൊടുക്കുന്നവർ, അതിന് നേർച്ച കൊടുക്കുന്നവർക്ക് ഒരു ശർറും അല്ലാഹു തരൂല, ഒരു സിഹ്റും ഫലിക്കൂല. ജലാലി ദിക്ർ വലിയ മഹത്വമുള്ള ദിക്റാണ്. ഇവിടെ നിങ്ങൾ ഇപ്പൊ ചെല്ലില്ലേ, യാ ഹയ്യു യാ ഖയ്യൂം ഹഖ്ഖുൻ തു ഹഖ്. എന്തെല്ലാം ദിക്റുണ്ട്. ഞമ്മ എന്തോ വിചാരിച്ചു ആ ദിക്ർ ഓരോന്നും ചെല്ലുമ്പോ നല്ല നിയ്യത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ ചെല്ലിയാൽ അല്ലാഹു സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല നിന്റെ ദിക്ർ, നിന്റെ നാവ് ദിക്ർ കൊണ്ട് നനയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മാരകമായ രോഗത്തിൽ നിന്ന് കാക്കുന്നു. നിന്റെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യുന്നു. നിന്റെ വീട്ടിലും അങ്ങാടിയിലും നിന്റെ നാടിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നു. അതുകൊണ്ട് ജലാലിയ ദിക്ർ പതിവാക്കണേ. അതുപോലെ ഹദ്ദാദ് റാത്തീബ് പതിവാക്കണേ. കാരണം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പതിവാക്കി ചൊല്ലിയ ദിക്ർ മാത്രമല്ല, മഹാനവൽ പറഞ്ഞു, ഈമാൻ സലാമത്തായി മരിക്കണോ ഹദ്ദാദ് പതിവാക്കിക്കോ. ഇന്നിപ്പോ നമ്മളെ വീടുകളിലുള്ള ഉമ്മമാരെല്ലാം ഹദ്ദാദ് ചെല്ലാതെ തുടങ്ങി. എന്റെ അബ്ദുൽ ലത്തീഫ് സഖാഫിന്റെ എല്ലാ നാൾക്കും ഹദ്ദാദുണ്ട്, സൂറത്തുൽ വാഖിയുണ്ട്, സൂറത്ത് എല്ലാം ഓതുമ്പോ നമ്മളെ ഉമ്മമാരത് വെച്ചിട്ട് ചെല്ലണ്ട. മൊബൈൽ വെച്ചിട്ട് ചെല്ലലുണ്ട. ചെല്ലുന്നവരുണ്ട്, ചെല്ലാത്തവരുണ്ട്. സമയമായി, ലൈനിന്റെ സമയമായി, ലൈനിൽ വെച്ച് 36 എവിടെ കക്കൂസിൽ എവിടെയെങ്കിലും വീട് കെട്ടിയുണ്ടാവും, അല്ലെങ്കിൽ വേറെ പണിയിലുണ്ടാവും. അങ്ങനെയുള്ള ഉമ്മമാരെ വഅദ് കേൾക്കുന്നവർ ഏതെങ്കിലും ലൈവ് കണ്ടിട്ട് വീട്ടിലിരുന്നാ പോരാ. വഅദിന്റെ മജ്ലിസിലിരുന്ന പ്രതിഫലം വേണോ? സ്വർഗത്തിന്റെ മജ്ലിസാകണോ? ഇവിടെ വാടക കൊടുത്തുണ്ടാക്കിയ കസാൽ വന്നിരുന്നിട്ട് ആ മജ്ലിസിൽ ഇരിക്കുമ്പോൾ
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വർഗ്ഗത്തിന്റെ മജ്‌ലിസിൽ ഇരുന്ന പ്രതിഫലമാണ്. അല്ലാഹു നൽകുമാരാകട്ടെ. എവിടെയെങ്കിലും കുട്ടിയിലോ കാടിലോ കാറിലോ ഇരുന്നിട്ട് ഇൽമിന്റെ മജ്‌ലിസ് അല്ലെങ്കിൽ ആവേല ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്ന് പ്രതിഫലം കിട്ടെങ്കിൽ ഇവിടെ തന്നെ വന്നിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ലൈവ് എവിടെ നടക്കുമ്പോ വഅദ് ലൈവില് കേൾക്കുമ്പോ പ്രതിഫലം കിട്ടണോ ആത്മാർത്ഥതയോടുകൂടി ഇരുന്നിട്ട് ശരിക്കും കേൾക്കണം. അതേ മുസല്ല പിരിച്ചിട്ട് ആ മുസല്ല ഇരുന്നിട്ട് അബ്ദുൽ ലത്തീഫ് സഖാഫി ഉസ്താദാകട്ടെ, വലിയുദ്ദീൻ ഫൈസിയാവട്ടെ, അസ്കാറു സബാഹ് പറയുമ്പോ സുബഹിലുള്ള ദിക്റുകൾ ചൊല്ലുമ്പോ ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ചൊല്ലിക്കോ. മൂപ്പര് ചൊല്ലിത്തരുന്നു, ഞങ്ങൾ ചൊല്ലിക്കോന്ന ഞാൻ മേടുന്ന് ചൊല്ലുന്നു. എത്ര മഹത്വമുള്ള ദിക്റുകളാണ് അബ്ദുൽ ലത്തീഫ് ഉസ്താദ് അബ്ദുൽ ഹദ്ദാദ് ചൊല്ലി കൊടുക്കുമ്പോ ഇന്ന് ഞങ്ങൾ ഉമ്മമാർ ഹദ്ദാദ് പഠിച്ചു പോയി. സൂറത്തുൽ വാഖിയ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ, എപ്പോഴും അവർക്ക് ദാരിദ്ര്യമില്ല. സൂറത്തുൽ വാഖിയ പതിവാക്കണം, സൂറത്തു തബാറക പതിവാക്കണം, സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ട് വേണം. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ ശൈത്താനില്ല, സിഹ്ർ ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദരങ്ങളെ, 40 കോടിന്റെ വീട്ടിൽ കുപ്പി വെച്ചിട്ടാകുമ്പോ ശൈത്താൻ ഉള്ളിലേക്ക് വരുന്നില്ല. ശൈത്താൻ ഉള്ളിൽ തന്നെ ഉണ്ട്. ആര്? ഞാൻ ചെല്ലില്ലേ, ഹദ്ദാദ് ചെല്ലാത്ത വീട്, ദിക്ർ ചെല്ലാത്ത വീട്, നിസ്കരിക്കാത്ത വീട്, പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ ബാങ്ക് ശ്രദ്ധിക്കാത്ത വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ബർക്കത്തില്ല. 40 കോടിന്റെ വീടാവട്ടെ, 50 കോടിൻ്റെതാവട്ടെ, 10 ലക്ഷത്തിന്റെ ആവട്ടെ, 50 ലക്ഷത്തിൻ്റെതാവട്ടെ, മോനെ നിന്റെ വീടിലാത്ത മഖാബിറ, നിങ്ങളെ വീട് ഖബർ പോലെ ആക്കണ്ട. നിങ്ങളെ വീട്ടിൽ നിസ്കാരം വേണോ? അതുകൊണ്ടല്ലേ പള്ളിയിൽ ഫർള് നിസ്കരിക്കണം, സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കണം. ഇത് പള്ളിയിൽ സുന്നത്തും ഇല്ല, പോയിട്ടാകുമ്പോൾ ഫർളും ഇല്ലാതാകാൻ ആദ്യതയില്ല. അതുകൊണ്ട് നിസ്കരിച്ചിട്ട് പോകുന്നത് നല്ലത്. പോലെ പോയിട്ട് എത്തിട്ടാകുമ്പോൾ ഓളെ ജ്യൂസ് കുഴിച്ചാകുമ്പോൾ ജ്യൂസ് തുടങ്ങിയല്ലേ, പല്ല് പോയിട്ടാകുമ്പോൾ ഓളെ ജ്യൂസാക്കി വെച്ച് ആ ജ്യൂസ് കിച്ചിട്ടാകുമ്പോൾ ഈ സുന്നത്തല മറക്കും. അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിച്ച് പോകുന്നത് നല്ലത്. ഹൈറേത് നിങ്ങളെ പള്ളിയിൽ നിങ്ങൾ ഫർള് നിസ്കരിക്കുമ്പോൾ ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്. ളുഹാ ഉണ്ട്, സലാത്തുൽ അവ്വാബീൻ ഉണ്ട്, സലാത്തുൽ തഹജ്ജുദ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം നിസ്കാരം ഉണ്ടെന്ന് അറിയോ? ഞങ്ങൾ ഫർള് മാത്രം നിസ്കരിക്കുന്ന കേട്ടെങ്കിൽ റബ്ബേ, ചില ആൾ നിസ്കരിക്കോ സുജൂദ് ഗാണ്ട് തകൽ ബാജി ചെല്ലേ പോലെ മുണ്ട സുജൂദ് കുണ്ടി തകൽ ബാജി. ഞങ്ങളെ ഭാഷ മുണ്ടം വെക്കുന്ന തന്തി പൊതിക്കുന്ന നല്ലത് ഒരു ഫലവും ഇല്ല. എന്തത് കൈകെട്ടുന്ന എങ്ങനെ? അത് സുബ്ഹാനല്ലാഹ്, കെട്ടലെന്നെ നിസ്കാരം ബാത്തിലായിട്ടായി. അല്ലാഹു അക്ബർ. ഇതിങ്ങനെ ആട്ടുമ്പോ നിസ്കാരം പോയിന് ഓൻക്കറിയോ? ഓത് ഉസ്താദ് നിസ്കരിക്കാൻ കൈ കെട്ടിട്ട് ഓടി വന്നിട്ട് അല്ലാഹു അക്ബർ ഇങ്ങനെ കെട്ടിയങ്ങാവാ. നിസ്കാരത്തിൽ കൈ കെട്ടണോ എങ്ങനെ? ഉദു കൊടുക്കണോ എങ്ങനെ? ഉദു കൊടുക്കുന്ന സമയത്ത് ഉദു മാത്രം ചിന്ത വേണം. പാട്ടದ ಸಮಯದಲ್ಲಿ ಪಾಠ, ಊಟದ ಸಮಯದಲ್ಲಿ ಊಟ, ಓಟದ ಸಮಯದಲ್ಲಿ ಓಟ. കേട്ടിട്ടില്ലേ? ഓടുമ്പോ ഓട്ടത്തിന്റെ ചിന്ത വരണം ജയിക്കണമെങ്കിൽ. പാട്ടെടുക്കുന്ന സമയത്ത് ഉസ്താദ് ചൊല്ലിത്തരുമ്പോ അതേ ചിന്ത ഉണ്ടെങ്കിൽ ഇൽമു നിൽക്കും, ഇല്ലെങ്കിൽ ഇൽമു നിൽക്കുകയില്ല. ഉസ്താദ് ചൊല്ലി കൊടുക്കുമ്പോ അവന്റെ പണി വേറെ തന്നെ. ഓനെ മറ്റേ ചിക്കുന്നു, മറ്റേ കില്ലുന്നു, മറ്റേ നോക്കുന്നത് ലറബ ചെല്ലുമ്പോ ഇഹോം വേറെ തന്നെ പണി. ലറബ എന്ന് പറയുന്ന മുത്താലിമേൽ ദിക്റത്, ഒരു ദിക്റ തന്നെ വേണം. ഒരു പിന്നെ ലായിലായുള്ളതിനേക്കാൾ കൂടുതൽ ലറബ അതെന്നെ ചൊല്ലിക്കൊണ്ട് വേണം. അത് ദിക്ർ തന്നെ, അത് പഠിച്ചെങ്കിലല്ലേ ഇൽമു കിട്ടുന്നേ. ഇത് അന്നെ അങ്ങനെ വായിക്കണോ ഇന്നാന്ന് വായിക്കണം അറിയാം. സുബ്ഹാനല്ലാഹ്. ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസുൻ വഹാ ഐനുൻ വഹാഉൻ സുമ്മ ഗൈനുൻ സുമ്മ ഖാ. ഹൽക്കിന്റെ അർഫ് 6 എണ്ണം അല്ലേ? ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസുൻ വഹാ അം ഹാ
അങ്ങനെ ആരും കൂടുതലില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നിസ്കാരം പോയെന്നെ. ഒരു മൊയിലാർ വന്നിട്ട് എന്തു ഉസ്താദ്, എന്ത് റാഗ, എന്തൊരു ഓത്തുമ്മ, ഇയാൾ ഇമാമല്ലാതെ പിന്നെ ഫാത്തിഹ പോയതറിയല്ലേ, നിസ്കാര ബാത്തിലായി. മദ് മുത്തസിലി, മദ് മുഫസ്സിലി, മദ് ലാസിമി, മദ് ആരിദ്, ഇങ്ങനെ മദ്ദുകൾ പലതുകൊണ്ട്. എത്ര നീട്ടണോ, എത്ര കുറക്കണോ, എത്ര അലിഫ് നീട്ടണോ, എത്ര അലിഫ് നീട്ടാൻ പാടില്ല, അത് പഠിച്ച നല്ല തജ്വീദുള്ള ആലിമാവണം ഇമാമ് നിൽക്കുന്ന ആള്. ഫിഖ് പഠിച്ച ആലിമാവണം ഇമാമ് നിൽക്കുന്ന ആള്. അല്ലാതെ ഇന്തിഖാൽ തക്ബീർ ചെല്ലുന്ന സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അതാ ബാക്കിലുള്ളവർക്ക് കേൾക്കുന്നു എന്നുള്ള, കേൾക്കാൻ വേണ്ടി ഞാൻ തക്ബീർ ചൊല്ലുന്നു നിയ്യത്ത് ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലായി. ഇവിടെ ആലിമീങ്ങളോട് ഞാൻ മസാല പറയാം, കാളിയൊന്നുമല്ല, മനസ്സിലായില്ലേ? ഒരു ഇമാമ് അല്ലാഹു അക്ബർ, ബാക്കിൽ ഒരു കേൾക്കട്ട് എന്ന് മാത്രം കരുതിയത്, അവിടെ ദിക്ർ കരുതിയില്ല. ഇത് നിസ്കാരം പോയെന്നെ. ഇപ്പൊ എല്ലാരും ഇമാം തന്നെ. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു കമീസ് ഇറ്റിങ് സുബ്ഹാനല്ലാഹ് വിജയ കണ്ട്. ഇപ്പൊ നിക്കാഹിന്റെ മജ്ലിസിൽ നിങ്ങൾ കണ്ട ഞങ്ങൾ അബ്ദുള്ളാഖാന്റെ മോൻ ഇവിടുത്തല്ല, അവിടുത്തെ പുതിയ പോലെ വരുമ്പോ തഅലൽ ബദറു അലൈനാ മിൻ സനിയാത്തിൽ വദായി വജബ ശുക്രു അലൈനാ മദാലില്ലാഹി ദായി. ഇങ്ങനെ ചൊല്ലിട്ട് ദഫ് പൊട്ടിയിട്ട് പുതിയ പോലെ കടന്നു. ഉസ്താദ് ബേക്കറി ഫൈസിയ അല്ല, സഖാഫിയ അല്ല, ഹൈദ്രോസിയ അല്ല, അന്ത്രോസിയ, അർഷദിയ, ജൗഹരിയ, നോക്കും മണ്ണം കെട്ടി അലിപ്പ് കുത്താന്നറിയല്ല, അഡാന്നറിയാം. മുണ്ടാസ് അങ്ങനത്തെ തുമ്മ. ഇപ്പൊ പുതിയ പിള്ളമാരെ മുണ്ടാസ് കാണില്ല, നിങ്ങൾക്കൊന്നും ആ കെട്ടാൻ കഴിയല്ല. അബ്ബ നല്ല മുണ്ടാസും കമീസും ഇട്ടിട്ട് വരുന്ന പുതിയ പിള്ള ഉസ്താദ് ചെല്ലി കൊടുക്കല് ദൗവജെടുക്കാൻ ദൗവജെടുക്കാൻ. ഉസ്താദ് വിചാരിച്ച സഖാഫി അല്ല, അല്ല ഫൈസി. നോക്കും ഒന്നുമില്ല, മുണ്ടാസുണ്ട്, തലകെട്ടുണ്ട്, താടിയുണ്ട്, എല്ലാം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആക്ഷേപിച്ചല്ല, മുണ്ടാസ് കെട്ടുന്നവരെന്നെ കെട്ടണോ, എല്ലാരും കെട്ടിയാൽ മുണ്ടാസല്ല. താടി വെക്കുന്നവരെന്നെ വെക്കുന്നത് കൊണ്ട് താടി വെക്കണ്ടെന്നല്ല, താടി വെക്കണം സുന്നത്തായ നിലയ്ക്ക് എല്ലാവരും മുസ്ലിമീങ്ങൾ വെക്കണം. താടി പഠിക്കൽ കറാഹത്തോ ഹറാമോ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും പാടുള്ളതല്ല, താടി പഠിക്കാൻ പാടില്ല. അവൻ നിക്കാഹിന്റെ സാക്ഷിക്ക് പറ്റൂല. ഇന്ന് നിക്കാഹിന്റെ സാക്ഷിയാരി നമ്മൾ ആചാര്യ ഒരു റോമം കൂടിയില്ല താടിയില്ല. ഓൻ സാക്ഷി, ഓൻ സദസ്സിലുണ്ടായ ഓൻ ഐസ്ക്രീമിന്റെ അവിടെ ഉണ്ടായ ഓനെ വിളിച്ചു. നിക്കാഹിന്റെ മജ്‌ലിസിൽ പോലും ഇല്ല ഓൻ സാക്ഷി 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 എന്ന് വിളിച്ചു. അതുകൊണ്ട് സഹോദരനെ ശ്രദ്ധിക്കണം. ആക്ഷേപിച്ചതല്ല, ഉള്ളത് പറഞ്ഞതാണ്. അല്ലാഹു ഞമലകാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിക്കാഹിന്റെ മജ്‌ലിസ് അല്ലാഹ് ഇന്നൊരു സുന്നത്തായ മജ്‌ലിസ്, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരു മജ്‌ലിസാണ് നിക്കാഹ്. പക്ഷേ നിക്കാഹ് തുടങ്ങുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അല്ലാഹ് ഇന്ന് നടക്കുന്നത് മുഴുവനും ഹറാമാൻ. എന്തേ എൻഗേജ്മെന്റ് ചൊല്ലിട്ട് വരുന്നത് നോക്കണം റബ്ബേ. ക്യൂ ആയിട്ട് ഇങ്ങനെ ക്യൂ ക്യൂ ക്യൂ. എന്നിന്റെ ക്യൂ? ചോക്ലേറ്റിന്റെ ക്യൂ റബ്ബേ. ചോക്ലേറ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന ഓരോ സൈസിന്റെ ചോക്ലേറ്റ്. ചോക്ലേറ്റിന്റെ ബാക്കിൽ ഒരു മൊബൈൽ, ഐഫോൺ. അല്ലാഹു നമ്മളെ പൊരുത്തപ്പെട്ട് തരട്ടെ. ചെയ്തു പോയിട്ട് നിങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ. ചോക്ലേറ്റ് ഇപ്പൊ പുതിയൊരു എൻഗേജ്മെന്റ്. ചോക്ലേറ്റ് തന്നെ ചോക്ലേറ്റ്. എല്ലാ പെണ്ണുങ്ങളും ആ ചോക്ലേറ്റ് പിടിച്ചോണ്ട് വന്നിട്ട് കേക്കൊന്ന് കൊണ്ടുവരണം. ആ കേക്കെല്ലാം കൊണ്ടുവന്നിട്ട് പുതിയ പോലെ ഓക്കെ എങ്കിൽ ആ കേക്കൊന്ന് മുറിച്ചിട്ട് വായിലേക്ക് ഇടുമ്പോ അവിടെ ഒരു ക്യാമറക്കാരനുണ്ട്. ഓൻ ചെന്ന് ആയിട്ടില്ല, ഓന്റെ പൊരുത്തം പോണം. ഓന്റെ പൊരുത്തയില്ലെങ്കിൽ കേക്ക് കൊടുക്കണില്ല.
ഓൻ ചെല്ലണോ ഐഡി ഓക്കെ ക്യാമറക്കാരനായി ഒരു അന്യപുരുഷനാ അല്ലാ ഒരു അന്യപുരുഷനെ കൊണ്ടിട്ട് ക്യാമറമാനെ കൊണ്ടുവന്നിട്ട് കേക്ക് തിന്നുന്നതും കുടിക്കുന്നതും പാല് കുടിപ്പിക്കുന്നതും ചോക്ലേറ്റ് എടുക്കുന്നതും പ്രകടിപ്പിക്കുന്ന ഒരവസരം ആചാരപുരയില് മുഹമ്മദാജിന്റെ വീട്ടില് അബൂബക്കറാജിന്റെ വീട്ടില് പള്ളിക്ക് വരുന്ന മൂസന്റെ വീട്ടില് മൂമിനായവന്റെ വീട്ടിൽ നടക്കുന്ന ആറാമായ പല കാര്യങ്ങളും നിക്കാഹിന്റെ പേരിൽ നടക്കുന്നു. മഞ്ഞ കല്യാണം, ചോന്ന കല്യാണം, ചോപ്പ് കല്യാണം, എന്ത് മെഹന്തി സുബ്ഹാനല്ലാഹ്. മഞ്ഞ കല്യാണത്തിന് അന്ന് കാക്ക മുതൽ ഫാമിലി മുഴുവനും മഞ്ഞ ഡ്രസ്. അല്ലാഹ് എല്ലാരും നോക്കൂ മഞ്ഞ ഡ്രസ് തന്നെ. അല്ലാഹ് രണ്ടാമത്തെ ചോന്ന കല്യാണം ഉണ്ടെന്ന് ചോന്ന ഡ്രസ്. എന്തെല്ലാം ഉണ്ട് കിടക്കുന്ന റബ്ബേ. ഇതെന്തും കിതാബിൽ ചൊല്ലിയതാ, ആലിമിങ്ങ ചൊല്ലിയതാ, കാളിയാർ ചൊല്ലിയതാ അല്ല. ഇത് സ്വന്തം ഒരു മസാലയാണ്. ഉസ്താദിന്റെ മസാല ഒന്നും അടക്കിയല്ല. ജമാഅത്തിൽ മാത്രം ഒരു വിഷയമുണ്ട്, എന്തറിയോ? ഖത്തീബ് ഉസ്താദ് അങ്ങനത്തെ മംഗളത്തിന് പോകുന്നില്ല. ഖത്തീബ് ഉസ്താദും ഖദർ ഉസ്താദ് പോവല്ല. ഇന്നാര് പോന്നേ? നാട്ടുകാരൻ മുഴുവൻ പോയിട്ട് ചോറുള്ള തിന്നിട്ട് തേക്ക് വിട്ടോട്ട് വന്നിട്ട് ചെന്നേ. എന്ത് ചോറ് ഉസ്താദ്? ഖത്തീബിന് നിഷേധം, നാട്ടുകാർക്ക് ഓക്കെ, ഖത്തീബിന് യാക്കി. ഇങ്ങനത്തെ പരിപാടി നടക്കുന്ന ഒരുപാട് മഹല്ലുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മജ്ലിസ് കാണുമ്പോ ജമാഅത്തടക്കം നിഷേധിക്കണം. ജമാഅത്തിൽ ഒരു വ്യക്തിയും കല്യാണത്തിന് പോകാൻ പാടില്ല. ചോക്ലേറ്റ് കൊടുക്കുന്ന എൻഗേജ്മെന്റിന് പോകണ്ട, മഞ്ഞ കല്യാണത്തിന് പോകണ്ട, ചോന്ന കല്യാണത്തിന് പോകണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്റെ ചര്യയാണ്, എന്റെ നടപടിയാണ്, എന്റെ സുന്നത്താണ്. മൻ അഹബ്ബ സുന്നത്തി ഫല്യസ്തന്ന ബിസുന്നത്തി വഇന്ന മിൻ സുന്നത്തി അന്നിക്കാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കല്യാണമാണ്. മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എനിക്ക് മധുവ വേണ്ട, എനിക്ക് മംഗളം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട ആര് പറഞ്ഞെങ്കിൽ അവ എന്റെ സമുദായമല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. കല്യാണത്തിന് വലിയ മഹത്വമുണ്ട്. കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനെ പറ്റി എന്താ പറഞ്ഞത്? ഖുതുബ കേട്ടില്ലേ? കല്യാണത്തിന് ഒരു ഖുതുബ ഓതലുണ്ട്, അത് ഓതി എങ്ങ് ഓതില്ലെങ്കിലും അത് നിർബന്ധമായിട്ട് കാണുന്നു. പക്ഷെ അതിന്റെ അർത്ഥം അത് നിന്റെ അയാൾ ചെല്ലുന്നേ ബാവാ. ഏതുപോലെ വഴക്ക് ബന്ധെങ്കിൽ മുക്കുരിക്ക മാഷറ വിരിക്കലുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിന് ഈ ബാല് കുന്തല്ല കാണുമ്പോ കൊത്തുവേദയൊന്നുമില്ലായിരുന്നു. മുണ്ടതിരിക്കണം, കൊത്തുവേദിങ്ങളെ അടിക്കുവേന്ന്. അത് ചെന്നല്ല, മൂപ്പർ ചെന്നെന്തറിയോ? മഅശറൽ മുസ്ലിമീൻ റഹ്മക്കുമുല്ലാഹ്, മുസ്ലിം സമുദായമേ അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആദ്യം ഒരു ദുആ. ഞങ്ങൾ ആമീന്ന് ചെല്ലലില്ല, ഞങ്ങൾ ആമീൻ പേടിച്ചിട്ട് മുണ്ടാതിരുന്നിട്ടായി വടി കാണുമ്പോ ബാല് കാണുമ്പോ. അല്ലാഹ് പിന്നെ ചെല്ലുന്നുണ്ട് ഉസ്താദ്, അറിയോ ജനങ്ങളെ? അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാ വഈദുൽ മുഅ്മിനീൻ. ജുമുഅ എന്ന് പറഞ്ഞ പാവപ്പെട്ടവരുടെ ഹജ്ജാണ്, മുഅ്മിനീങ്ങളെ പെരുന്നാളാണ്. സുബ്ഹാനല്ലാഹ്. ജുമുഅന്റെ ഫള്, ജുമുഅന്റെ ബഹുമാനം പറയുന്നു ഉസ്താദ്. മുക്കരിക്ക പേടിപ്പിക്കുന്നല്ല, ജുമുഅന്റെ മഹത്വം പറയുന്നേ. ജുമുഅ എന്ന് പറഞ്ഞാൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാ, ജുമുഅ പാവങ്ങളുടെ ഹജ്ജാ. എന്നിട്ട് പറഞ്ഞു വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പെരുന്നാളാണ്. അൽ ഖുത്ബതാനി തഖൂമു മഖാമ റകഅതൈനി മിനൽ ഫർദ്. ഖുത്ബ എന്ന് പറഞ്ഞാൽ 2 റകഅത്ത് നിസ്കാരത്തിന്റെ സ്ഥാനമാണ് അതിനുള്ളത്. അതുകൊണ്ട് മോനെ, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമുഅത്തി, ജുമുഅന്റെ നാളിൽ നീ പള്ളിക്ക് വന്നിട്ട് നിന്നോട് ആരെങ്കിലും ഖുത്ബ ഓതുന്ന സമയത്ത് മുണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞാ നിന്റെ ജുമുഅം പോയി, അവന്റെ ജുമുഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. അതാണ് മുക്രിച്ച പറയുന്നത്. ഇതൊന്നും ഇല്ല. ജമാഅത്തിന്റെ സെക്രട്ടറി എഴുതിക്കോളുണ്ട്, ഖുത്ബ ഓതുമ്പോൾ എഴുതുന്നെ പരിസംഖ്യ എഴുതുന്നേ. ഓൻ സെക്രട്ടറി ആക്കി വഴി കൊടുക്കണം. അല്ലാഹ് കാക്കട്ടെ. ഇവിടുത്തെ വിഷയമല്ല, അവിടുത്തെ അല്ലാഹു കാക്കട്ടെ. സെക്രട്ടറിമാർ എഴുതിക്കോടുണ്ടാവും. ജുമുഅക്ക് ഖുത്ബ ഓതുന്ന സമയത്തും പള്ളിക്ക് വരുന്ന സമയത്തും മൂപ്പർ വിചാരിച്ചേ എനിക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു തരുമില്ല. ജുമുഅ എന്ന് പറഞ്ഞാൽ ഫർള് ഐനാണ്, എല്ലാവർക്കും നിർബന്ധമാണ്.
പ്രായമുള്ള ആണുങ്ങൾക്ക് നിർബന്ധമാണ്. പെണ്ണുങ്ങൾക്ക് ജുമയില്ല, പെണ്ണുങ്ങൾക്ക് ജുമാഅത്തുമില്ല, ജമാഅത്തുമില്ല, ജുമയില്ല, ജമാഅത്തുമില്ല. പെണ്ണുങ്ങള് അതാ ജുമ നിസ്കരിക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ നിന്ന് 4 റക്അത്ത് ളുഹർ നിസ്കരിച്ച ജുമഅന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. പെണ്ണുങ്ങൾ വിചാരിക്കുക ഞങ്ങൾ പള്ളിക്ക് പോയി ആവേല, വാദിന് പോന്നു, സിയാറത്തിന് പോന്നു, ഉറൂസിന് പോന്നു, പള്ളിക്ക് എന്ത് പോയി കൂടെ? വീണ് കേൾക്കുന്നു ശരിയല്ലേ? എന്നില്ല ശരി. അള്ളാഹ് കാക്കട്ടെ. പെണ്ണുങ്ങൾ എവിടെ എത്തിനിപ്പെന്നറിയോ? അള്ളാഹ് ഇവിടുത്തെ പെണ്ണുങ്ങൾ വിചാരിയല്ലേ. മംഗലാപുരത്ത് പോയിട്ട് നോക്കൂ, സ്കൂട്ടി ഇവിടുന്ന് 1 നമ്പർ പറയുന്നു. ഒരു കാൽ ലണ്ടനിൽ, ഒരു കാൽ അമേരിക്കത്തിൽ പോലെ പോക്ക് നോക്കുന്നു. കാറ് പറയുന്നു, ഇലക്ട്രീഷ്യന് പറയുന്നു, സൂപ്പർവൈസർ പറയുന്നു. ഇപ്പം അടുത്ത് ഒരു നമ്മളെ സുന്നി പള്ളിയിലല്ല, ഏതൊരു പള്ളിയിൽ സെക്രട്ടറി പാത്തുമ്മ, ഖജാഞ്ചി ഐസമ്മ. ഇനി കുറച്ചു നാളും കഴിഞ്ഞെങ്കിൽ ഞങ്ങളെ പള്ളിൻ്റെ ഖദീജ, മൂക്കുരിച്ച ആസിയമ്മ. ഇന്ന് ബാങ്ക് ആസിയമ്മന്റെ ബാങ്ക് കേൾക്കോടി ചെറുപ്പക്കാർ ക്യൂ. ആസിയമ്മ ബാങ്ക് 2 വട്ടം കൊടുമ്മ, 3 വട്ടം കൊടുത്തു. ഞങ്ങൾ ഉണ്ടുകൂടെ. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അള്ളാഹു ഞങ്ങളെ മരിപ്പിക്കട്ടെ. എന്തെങ്കിലും ആമി ചെല്ലാത്ത മരിക്കുന്നത് ഭയങ്കര പേടിയല്ലേ? കാര്യങ്ങളെല്ലാം പെണ്ണുങ്ങളിലേക്കായി പോയാൽ, പെണ്ണുങ്ങൾ സ്ഥാനം വഹിക്കുന്ന കാലം വന്നാൽ, പെണ്ണുങ്ങൾ പള്ളിയുടെ സെക്രട്ടറിയും ഖജാഞ്ചിയാകുന്ന കാലം വന്നാൽ, ഇമാമത്ത് നിൽക്കുന്ന കാലം വന്നാൽ, ചെറുപ്പക്കാരാ ആണുങ്ങളെ നിങ്ങൾ ഖബറിൽ പോയിട്ട് കിടന്നോളി മക്കളെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് നമ്മളെ പോയല്ലേ ഈടുണ്ടെന്ന് എനിക്കറിയല്ല. സുബേക്ക് ഫസ്റ്റിൽ പോകുന്ന നമ്മളെ ഓള് ഓർക്കണേ. ഞാൻ മഹിളാ കമ്മിറ്റിന്റെ പ്രസിഡന്റുമാ, എനിക്കൊന്ന് മാനേജറിലൊന്ന് കൊണ്ടുപോകണുണ്ട്. അങ്ങനെ വേഗം പോകുന്നേ. ആര്? മുഹമ്മദിന്റെ ഓളുമ്മ, വേറെ ആയിരുന്നല്ല, ഇവിടുത്തെ മുഹമ്മദല്ല, അവിടുത്തെ അബൂബക്കറിന്റെ ഓളു 5 വക്ത് പള്ളിക്ക് വരുന്നുവോ. എന്നിട്ട് ഓന്റെ ഓളയുടെ മഹിളാ കമ്മിറ്റിന്റെ പ്രസിഡന്റ്, സ്ത്രീ സംഘത്തിന്റെ സെക്രട്ടറി, സുബൈക്ക് ബസ്സിൽ പോകുന്ന കാണുന്നു. മാനേജറിൽ കൊണ്ടോനി ഓനിക്ക് വലിയ കൊശി. നിസ്കരിച്ച ഫലം ഉണ്ടാ? പെണ്ണുങ്ങളെങ്കാലം അള്ളാഹ്ക്ക് എതിർ പ്രവർത്തിച്ചാൽ, പെണ്ണുങ്ങളെങ്കാലം ഭർത്താവിനെ ധിക്കരിച്ചാൽ അള്ളാഹ് ഭർത്താവിനെ നരകത്തിലിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെ സ്വന്തം ശരീരത്തെ കാക്കളോടുകൂടെ നിങ്ങളെ ഭാര്യമാരെ നരകത്തിൽ നിന്ന് കാക്കണമെന്ന് ഖുർആൻ. അല്ലാഹു ഞങ്ങളെ പെണ്ണുങ്ങളെ അല്ലാഹ് കാക്കട്ടെ, സാലിഹീങ്ങളിൽ അല്ലാഹ് പെടുത്തട്ടെ. ഞങ്ങളെ പെണ്ണുങ്ങളെ നിസ്കാരമുള്ള പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആക്കട്ടെ, ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഭാഗത്ത് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. എൻ്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, പെണ്ണുങ്ങളെങ്കാളും തെറ്റിപ്പോയാൽ നമ്മളെ അവസ്ഥ ഡേഞ്ചർ തന്നെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മോനെ മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി ഖൈറൻ ലഹു സൗജതൻ മുഅ്മിനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മുഅ്മിൻ ഇബാദത്ത് എടുക്കുന്ന, നിസ്കരിക്കുന്ന, ഹജ്ജിന് പോകുന്ന, എല്ലാം ചെയ്യുന്നു. അതോടൊപ്പം ഈമാനുള്ളൊരു ഭാര്യ വീട്ടിലുണ്ടായാൽ അവനേക്കാളും ഒരു ഖൈറായവൻ വേറെയില്ല. ഇബാദത്തുണ്ട്, നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം ഉണ്ട്. കൂടെ ഒരു ഈമാനുള്ള ഭാര്യ, നല്ല വിശ്വാസമുള്ള ഭാര്യ. അതല്ലേ മഹാനായ സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പരിചയം ഉണ്ടായി. അല്ലാഹുവേ, അവിടുത്തെ ബർക്കത്തോടെ നമ്മൾ ഈമാൻ സലാമത്താക്കട്ടെ. അന്നീ മസ്സനി അദ്ദുറു അൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, 18 കൊല്ലം രോഗം തന്ന റബ്ബേ, എനിക്കത് പ്രശ്നമേ അല്ല. അല്ലാഹ് ഞങ്ങൾക്ക് ഒരു ചെറിയ തലക്കുത്ത് നിങ്ങൾ സുബ്ഹാനല്ലാഹ് നമ്മളെ അവസ്ഥ ഇതിന്റെ ആര് സീറാക്കിയതാ, ആര് മാട്ടാക്കിയ മാന്ത,
അത് ഉസ്താദ് വിറ്റ് ശപിച്ചിട്ടുണ്ടാന്നാ. പടച്ച റബ്ബേ എന്തെല്ലാം ഞമ്മളെ മനസ്സിൽ വരുന്നമ്മ അള്ളാഹ് കാക്കട്ടെ. ഒരു തലക്കുത്ത് വന്നില്ല, ഓൾക്ക് സൂക്കേടായി പോയി, കിടാക്കൊക്കെ പനി പിടിച്ചു പോയെങ്കിൽ പിന്നെ നേരെ എടുക്ക് തങ്ങന്മാരടുത്തൊന്നും പോകുന്ന പരിപാടിയില്ല. അള്ളാഹു ആക്കട്ടെ. തങ്ങന്മാരടുത്ത് പോയിട്ട് യാസീൻ കൊണ്ടുവന്നിട്ട് കീസയിലുണ്ടോ അത് ഓതിയിട്ടേ ഇല്ല. കൂറ തങ്ങളടുത്ത് പോകുമ്പോൾ 41 യാസീൻ, കുതുവത്തു തങ്ങളടുത്ത് പോകുമ്പോൾ 41 യാസീൻ. എല്ലാ തങ്ങന്മാരെ യാസീൻ കീസയിൽ വെച്ചല്ല ഒന്നേ ഓതിയ ഊതിയ. എന്നിട്ട് ഓൻ വിശ്വസിച്ച് ഓനോട് ആരോ പറഞ്ഞ് നീ പിറന്തറ തങ്ങന്മാരടുത്ത് നീ പോന്നെ മൊയിലാമാരടുത്ത് പോയിട്ടൊന്നും കാര്യമില്ല. ഇതാ മംഗലാടുത്ത് ജ്യോതിഷ വന്നിന തലക്കെട്ട് വെച്ച് മദീന എത്തേക്ക് മക്ക. അത്ഭുതല്ലേ ഓടി അള്ളാന്റെ റസൂൽ പറഞ്ഞു മന്നത്താ കാഹിന. ഒരു ജ്യോതിഷന്റെ അടുത്ത് ആരെങ്കിലും പോയെങ്കിൽ സഹോദര മുസ്ലിം അല്ലാത്ത മനുഷ്യന്റെ അടുക്കൽ കണക്ക് നോക്കാൻ നേരങ്ങ മന്ത്രിക്കാൻ പോയാൽ അള്ളാന്റെ റസൂൽ അള്ളാഹുവിനെ കൊണ്ട് അവിശ്വാസിയായി പോയി, ഇസ്ലാമിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു കാക്കട്ടെ. പിന്നെ ഒരു കാര്യമില്ല, മുസ്ലിമായിട്ട് ഒരു പ്രയോജനമില്ല. അരി മാട്ടം ചെയ്യിക്കുന്നവരുണ്ട്, സിഹിർ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു കാക്കട്ടെ. വീടില്ലമ്മ തമ്മാത്തവിൽ മൂത്തോന് കുറച്ച് ഉസ്താറായി ഓനിക്ക് മാട്ടം വെക്കുന്നേ. അള്ളാഹു കാക്കട്ടെ. അബൂബക്കർ നല്ല ഉഷാറായിട്ട് ഗൾഫിൽ പോയിട്ട് നല്ലൊരു 40 കോടിന്റെ പോലെ കെട്ടി ഊടെ ചെറുന്നെ അവൻ ഏടെങ്കിലും അറബിനെ കട്ടോണ്ട് വന്നതായിട്ട് കൊല്ലേ അല്ല നിധി കിട്ടിനാന്താ ഓൻ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന പേര് ഒലീനെ പോലെ. അല്ലാ ഓനെന്തും ചെയ്യട്ടോ. 40 അല്ല 50 കോടിന്റെ പോലെ കേട്ടിട്ട് നിന്റെ അനിയനാണ് മുഹമ്മദ്, നിന്റെ അനിയനാണ് അബൂബക്കർ, അവനോട് നീ എന്ത് പറയണം? പടച്ച റബ്ബിനോട് പറയണം. അബൂബക്കർ നീ സമ്പത്ത് കൊടുത്തല്ലേ അല്ലാ, എനിക്ക് അസൂയയില്ല, എനിക്ക് നഞ്ചില്ല, എനിക്ക് പോരില്ല അല്ലാ, ഇനിയും കൊടുക്കല്ലോ. അള്ളാഹ്ക്ക് എന്ത് റാഹത്താവെന്നറിയോ? നല്ലൊരു മനസ്സിനുമ്മ ഇത്തരം മുഹമ്മദിനെ കൊടുത്തിട്ട് അസൂയ വന്നിന ഓനെ മനസ്സിൽ ഒരു നഞ്ചി വന്നിന. ഞമ്മ ഇവിടെ എന്നിട്ട് ഞമ്മ 8000 ശമ്പളത്തിലുള്ള ഉസ്താദിനെ കണ്ട ബൈക്ക്, സൂപ്പർ ബൈക്കല്ലേ, മൊബൈൽ കണ്ട 1 കോടിന്റെ മൊബൈൽ, 50 ലക്ഷത്തിന്റെ മൊബൈൽ. അള്ള കൊടുത്ത ഭാഗ്യല്ലേ ഉസ്താദിന്. ആ ചെറിയ ശമ്പളത്തിൽ ബർക്കത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കില്ല. ഞമ്മ 100,000 നയിക്കുന്ന ഹറാമിൽ ഒരു ഫലം ഉണ്ടാകും. ഹലാലായിട്ട് 1 രൂപ കിട്ടിയാൽ അത് ബർക്കത്താണ്. ഹലാലായ നിലയ്ക്ക് ഒരു 10 പൈസ കിട്ടിയാലും അത് ബർക്കത്താണ്. ഉസ്താദിന് കൊടുക്കുന്ന ശമ്പളം നീ 50,000 കൊടുത്താലും സുബ്ഹാനല്ലാഹ് മതിയാവോ? ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇൽമിന് ചെലവാക്കുന്ന ചെലവിന് എത്ര പൈസ കൊടുത്താലും മതിയാവോ? ശ്രദ്ധിക്കണം. നമ്മളെ ഉസ്താദിന് കൊടുക്കുന്ന 10,000 20,000 30,000 ശമ്പളമോ സുബ്ഹാനല്ലാഹ് മതിയാവേല. എന്തേന്ന് കേട്ടോ? ഇൽമിന് വില കെട്ടാൻ ആർക്കും കഴിയില്ല. ഇൽമു എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമുള്ളതാണ് മുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂലിന് സമ്പത്ത് കൊടുക്കുന്നുവെങ്കിൽ ഉഹുദ് പർവ്വതം സ്വർണമായി കൊടുക്കുമായിരുന്നു അള്ളാഹു. പക്ഷേ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് എന്താണെന്നറിയോ? ഇൽമാണ്. ഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയേ ഇൽമു കെട്ടോളി നബിയേ. സ്വത്ത് കെട്ടോളി എന്നല്ല പറഞ്ഞിട്ടില്ല, സമ്പത്ത് കെട്ടോളി എന്നല്ല പറഞ്ഞതല്ല, ഇൽമു കെട്ടോളി. നമ്മളതന്നെ വിചാരിക്കണം. നമ്മളെ മോനൊരു ആലിമാവട്ടുമ്മ, ഓൻ ഗൾഫിൽ പോട്ടുമ്മ, ഓൻ പാൻറ്റിയിലെട്ടുമ്മ, ഓൻ ബിസിനസ് ആക്കട്ടുമ്മ, ഇൽമു വേണം. എന്തേ കാരണോ? നാളെ നീ മരിച്ചെങ്കിൽ ഉപ്പയായ നീ മരിച്ചെങ്കിലേ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് ദുആരക്കണ്ടേ, റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ചൊല്ലണ്ടേ. നിങ്ങളെ മോന് ഇത് അമേരിക്കത്തിൽ പഠിപ്പിച്ചു. ഒരു കാക്ക ഒരു മോനെ അമേരിക്കത്തിൽ പോയിട്ട് പഠിപ്പിച്ചു. ഓൻ ഇംഗ്ലീഷ് പഠിച്ചല്ലാതെ ഒരു മസാല അറിയല്ല, ഒരു ഖുർആനും അറിയല്ല, ഒരു ദീന്റെ വിഷയം അറിയാല. ഓന് ഗൾഫിലുണ്ടാകുമ്പോ ഉമ്മാന്റെ ഫോന് പോയി, ഫോണ് അപ്പൊ ഫോണുണ്ടോന്ന് അറിയല്ല. നിങ്ങൾ കണ്ടിനൊന്നും കേട്ടണ്ട, ഏത് കിതാബിലൊന്നും കേൾക്കണ്ട. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഉമ്മാന്റെ ഫോന് വന്ന് ഉപ്പ മരിച്ചിരുന്നു, നാട്ടിലേക്ക് വന്നോ.
നല്ല ഇംഗ്ലീഷ് മാത്രം പഠിച്ച മനുഷ്യൻ, ഒരൊറ്റ അക്ഷരം ഇൽമില്ല, ഒരു ഇൽമി എന്ന് പറഞ്ഞത് അറിയില്ല. അങ്ങനെ നേരെ വന്നിട്ട് ഉമ്മ പറഞ്ഞു ഇപ്പൊ മരിച്ചിട്ട് കബറിലുണ്ട് പോണേ. ഏടെ കബറ്? പള്ളീൻ്റെ അവിടെ കബറിന് കാണിച്ചു കൊടുത്തു. ആ കബറിൻ്റെ പോയി നോക്കുമ്പോ ഒരുപാട് പേര്, ഒരുപാട് ചെറുപ്പക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ ഖൗമ് അവിടെ യാസീൻ ഓതുന്നു, ദുആ ചെയ്യുന്നു, കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടിട്ട് ഉമ്മയോട് വന്നിട്ട് പറഞ്ഞു, അല്ല ഉമ്മ, എന്റെ ബാപ്പാക്ക് എന്താണ് ഇഷ്ടം, എന്താണ് മുഹബ്ബത്ത്, എന്റെ ബാപ്പാക്ക് എന്താണ് ഖുശി ദുനിയാവിൽ? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ ബാപ്പാക്കൊരു പാദത്തിന്റെ സുഖക്കേടുണ്ടായിരുന്നു. ആ ശരീരത്തിന് നല്ല ചൂടുള്ളത് തേക്കം കൊടുക്കുമ്പോ, ചൂട് കൊടുക്കുമ്പോ ബാപ്പാക്ക് സന്തോഷമായിരുന്നു മോനെ. അങ്ങനെ ഈ മോന് വന്നിട്ട് പെട്ടെന്നൊരു ദുആ, അല്ലാഹ് എന്റെ ബാപ്പാക്ക് കബറിൽ ചൂടില്ലെങ്കിൽ അല്ലാഹ് എന്റെ ബാപ്പാന്റെ കബറൊന്ന് തീയാൽ നിറക്കല്ലോ. സുബ്ഹാനല്ലാഹ്, നരക വേല വേണം. ബാപ്പാക്ക് ദ്വേരക്ക് തീയാൽ നിറക്ക് കബറ്. യഥാർത്ഥത്തിൽ ഇൽമുള്ള ഒരു കിടാവുണ്ടെങ്കിൽ അവലദീൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അള്ളാന്റെ റസൂൽ പറഞ്ഞു, നീ മരിച്ചതിന്റെ ശേഷം നിനക്ക് ഇൽമുള്ള ഒരു കിടാവ്, ദുആ ഇറക്കുന്ന ഒരു കിടാവ് ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു പോയി. എന്തേ? ആ മയ്യത്ത് നിസ്കാരത്തിന് മോനിങ്ങനെ ഇമാമ് നിന്നിട്ട് ദുആ ഇറക്കുന്നു, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഅഗ്സിൽഹു ബിൽമാഇ വൽബറദ്. എന്തൊരു ദുആ! അല്ലാഹുവേ, എന്റെ ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണം, അല്ലാഹ് കരുണ ചെയ്യണം, അല്ലാഹ് എന്റെ ബാപ്പാനെ ഖബർ വിശാലമാക്കണം, അല്ലാഹ് എന്റെ ബാപ്പാനെ ശുദ്ധിയാക്കണം, അല്ലാഹ് എന്റെ ബാപ്പാക്ക് ദുനിയാവിനെക്കാളും ഖൈറായ കുടുംബം ഖബറിൽ നീ നൽകണം, അല്ലാഹ്. ഒരു മോന് ദ്വാരക്കുമ്പോ അല്ലാഹു ഉത്തരം കൊടുക്കോ കൊടുക്കാതിരിക്കോ? നിങ്ങൾ മനസ്സിലാക്കണം, മോന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ കിടാവിനെ ഒരു മുത്തഅല്ലിമാക്കെങ്കിൽ, ഒരു മുത്തഅല്ലിം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാക്കെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോണം വേറെ വേണ. നിങ്ങൾ മരിച്ചിട്ടാകുമ്പോ നിങ്ങൾക്ക് ഇമാമത്ത് നിങ്ങളെ മോന് മാത്രമല്ല, എല്ലാ നല്ല നല്ല രാത്രി വരുമ്പോ സുബ്ഹാനല്ലാഹ് പള്ളിയിൽ പോകുമ്പോ ആദ്യമായിട്ട് ഖബർ കാണുന്ന ബാപ്പാന്റെ ഖബറിൽ പോയിട്ട് അസ്സലാമു അലൈക്കും യാ അബീ, ഉമ്മാന്റെ ഖബർ കാണുമ്പോ അസ്സലാമു അലൈക്കും യാ ഉമ്മി, മൂത്തോന്റെ ഖബർ കാണുമ്പോ യാ അഖീ, ഇങ്ങനെ ദുആരക്കുന്ന ഒരു കിടാവ് ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് വേറെ ആഖിറത്തിന് വല്ല സമ്പാദ്യം വേണോ? അല്ലാഹു നമ്മളെ മക്കളെ ആലിമീങ്ങളാക്കട്ടെ, സാലിഹീങ്ങളാക്കട്ടെ, ഹാഫിളീങ്ങളാക്കട്ടെ. സുബ്ഹാനല്ലാഹ്, നല്ല ബുദ്ധിയുള്ള ബുദ്ധിവാന്മാരിൽ നമ്മളെ മക്കളാക്കട്ടെ. എന്ത് കാരണം? നമുക്ക് സ്വത്തുണ്ടായിട്ട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ ഇവിടുത്തെ പള്ളിക്ക് സ്ഥലം കൊടുത്ത നല്ലൊരു ആചാർ, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഒരു പള്ളി കെട്ടിച്ച് തന്ന്, ഈ പള്ളി കെട്ടിച്ച് തന്ന ഈ പള്ളി സ്ഥലത്ത് നിന്ന അദ്ദേഹത്തിന് നമുക്ക് പൊരുത്തപ്പെടണമെങ്കിൽ ഇത് വേണോ? ഈ പള്ളിയിൽ നിസ്കാരം നിലനിർത്തണം. ചെറുപ്പക്കാർ, ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്കുള്ള ഒരു ബന്ധം വേണം. ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർശിന്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗമുണ്ട് നാലാം ആശറയിൽ. വേർത്തിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ പേടിക്കുമ്പോ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാബത്തി മുശ്ഫിഖാ വഹ്ലനാ യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് നൽകട്ടെ. അത് മാത്രമല്ല, വേർത്ത് കുളിച്ചിട്ട് തണൽ വേണം നാശിക്കുമ്പോൾ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് വഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. പള്ളിയോട് ബന്ധമുള്ളവർ, പള്ളിയോട് സ്നേഹമുള്ളവർ, പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്നവർ, ഇദാ റഅയ്തും യഅതാദുൽ മസ്ജിദ് ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. പള്ളി പതിവാക്കുന്നവരെ കണ്ടാൽ അവർ മുഅ്മിനീങ്ങളാണെന്ന് സാക്ഷി നിൽക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹ്. പള്ളി ഉണ്ടായാൽ പോരാ,
ആ പള്ളിയുമായിട്ടുള്ള ബന്ധം വേണം. ആ പള്ളിയുടെ ഉള്ളിലേക്ക് ഒന്ന് കടന്ന് രണ്ടൊക്കെ തയ്യത്ത് നിസ്കരിച്ചിട്ട് പള്ളി എങ്ങനെ ഉണ്ട് ഉമ്മ? കാട്ടുണ്ടാ? കാട്ട എടുക്കണം, മുക്കുരിക്കനെ കാക്കുന്നല്ല. മുക്കരിച്ച എന്തേ കാട്ടെടുക്കാത്ത? മുക്കുരിച്ച പറയുന്നത് മുക്കുരിച്ചാക്ക് മാത്രം നിർബന്ധമുള്ളത്. ആര് കണ്ടാലും കാട്ടെടുക്കണോ? വലിയ പ്രതിഫലമുള്ള വിഷയമാണത്. പള്ളി എന്ന് പറഞ്ഞാൽ എന്ത്? ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്ഥലമുണ്ടെങ്കിൽ പള്ളിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഷർറായ ഒരു സ്ഥലമുണ്ടെങ്കിൽ അസ്വാഖുഹ, മാർക്കറ്റാണെന്ന് മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ പോയിട്ട് വേഗം വരണ്ട, മാർക്കറ്റിൽ പോയി വേഗം വന്നോ മുഹമ്മദ് മുസ്തഫ. പള്ളിക്ക് പോയാൽ അർജന്റ് ആക്കണ്ട. ഇത് അർജന്റ് നീ ഏതുവരെ ഒന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഉസ്താദ് അൽ-ഫാത്തിഹ അൽ-ഫാത്തിഹ എന്ന് വിളിക്കുമ്പോൾ വന്ന് പള്ളിന്റെ പള്ളിയിൽ നിന്നിട്ടായി. എന്തിന്? ഹദ്ദാടക്കോണല്ല, ആരരെ എണ്ണോന് നിസ്കരിച്ചത് കൊടുത്തിട്ട് പോകണ്ടേ? പോകുമ്പോ ആ നിസ്കരിച്ചതെല്ലാം ബാത്തിലാക്കുന്ന ഒരു രൂപം. ആ പടിയിൽ ഇരുന്നിട്ട് ഓനെ എണ്ണാൻ തുടങ്ങി. മുഹമ്മദിനെ നിനക്ക് കൊണ്ടുണ്ടാ? അബൂബക്കറിനെ അറിയോറാ? മൂസനെ അറിയോറാ? മൂസനെ ഈസാന്റെ വിഷയമല്ലാതെ നിങ്ങളെ സ്വന്തം ഐബിനെ പരിശോധിക്കുക, മറ്റുള്ള ഐബിനെ നീ പരിശോധിക്കണ്ട. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കണ്ടറാ. ഇത് മുമ്പത്തെ എരുമേനെ നോക്കിയിട്ട് ബാക്കിലെ എരുമ ചിരിച്ചുള്ള ചട്ടിയിട്ടില്ല. ഇതിന്റെ ബാക്കിൽ ചട്ടിയില്ല നീനല്ലോ. അതേപോലത്തെ വിഷയം നമ്മൾ അബൂബക്കറും മുഹമ്മദും ഉസ്മാനും അലിയും ഫാത്തിമയും ഐസമ്മയും പലരിൽ നിന്ന് ചർച്ച ചെയ്തല്ലേ. മംഗളത്തിന് പോയി നമ്മളെ പെണ്ണുങ്ങളെ വിഷയം എന്തറിയോ? മംഗളത്തിന്റെ ചിന്തയില്ല. അല്ലാഹു ബാറക്കല്ലാഹു ലക ബാറക്കലേക്കാൻ ദ്വാരക്ക് ഓൻ ചെന്നാ ഓൻ നോക്കുന്നതിന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടോ? മന്തിയാ, മറ്റേ ബോംബ് ബിരിയാണിയാ, മറ്റേ ബിരിയാണിയാ? ഈ നല്ല ബിരിയാണിന്റെ ബിരിയാണി. സുബ്ഹാനല്ലാഹ്. ഒരു മംഗളത്തിന് പോയി എന്തെല്ലാം ആഹാരം വലത്തെ കയ്യിലും ഇടത്തെ കയ്യിൽ തിന്നെ കാണുന്ന റബ്ബേ. എന്നിട്ട് വരുമ്പോ ചെന്നറിയോ? ആ കൊറ്റ മന്തി ബന്ധിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. മഅബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐബൻ ഖത്ത്. ഒരു ഭക്ഷണത്തെയോ അല്ലാഹുവിന്റെ റസൂൽ ഐബാക്കിയിട്ടില്ല. ഉപ്പ് കറഞ്ഞതിന് വേണ്ടി ഭാര്യനെ അടിച്ചിട്ടില്ല. ഞമ്മോ എന്താണ് തവ ഫ്രൈ ശരിയായിട്ടില്ലല്ലേ? ഷോർമ ശരിയായിട്ടില്ലല്ലേ? ടിക്ക നല്ലോണം എണ്ണ കാഞ്ഞിട്ടില്ലല്ലേ? അൽഫം ആയിട്ടില്ലല്ലേ? പെണ്ണുങ്ങൾക്കും മക്കൾക്കും അടിക്കാൻ തുടങ്ങി. അല്ലാഹു ആക്കട്ടെ നമ്മളെ അവസ്ഥ. ഞമ്മ 12 മണിക്ക് പോകുന്ന പുരക്ക് പോയിട്ട് ബാദൽ മുട്ടുന്ന ഇപ്പല്ലേ ഇപ്പൊ ബെല്ല് ആ ബെല്ല് ഒത്തലോട് കൂടെ മെഹർബാൻ കരിക്ക് അന്തറാവോ അസ്സലാമു അലൈക്കും. ഏത് ബെല്ല് ചെന്നേ ഓന്റെ നാവിൽ അസ്സലാമു അലൈക്കും വന്നിട്ടുണ്ടാവാൻ. ബാദൽ തുറക്കലോടുകൂടെ ഭാര്യ ബാദലിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ആ ഭാര്യ ബാദലിന്റെ അടുത്ത് നിൽക്കുമ്പോ ഓൻ കേൾക്കുന്ന എന്നല്ല ശൈത്താൻ ഇത്ര നേരം വൈകിയത് ബാദൽ എടുക്കുമ്പോ ഭാര്യനെ ശൈത്താൻ പിശാചൻ. അല്ലാഹു കാക്കട്ടെ. ഭർത്താവ് ശൈത്താനും ഭാര്യ പിശാചിയല്ലേ? ഈ ഭാര്യനെ 12 മണിക്ക് പോയിട്ട് ബാദൽ തുറക്കുന്ന ഭാര്യനെ പറ്റി ശൈത്താൻ എന്ന് പറയുമ്പോ അവനിക്ക് ഭാര്യയുമായിട്ടുള്ള സ്നേഹം ഉണ്ടാവോ? പിരിച്ച ഉണ്ടാവോ? എന്നിട്ട് ഉസ്താദിലോട്ട് പോയിട്ട് ചെന്ന് ഉസ്താദ് എന്റെ ഓളുണ്ടല്ലേ ഇന്നലെ എന്നെ കട്ടിൽ നിന്ന് ഊന്തിയിട്ടേ ഉസ്താദ്. ഊന്തില്ലാതെ ഇരിക്കുവാളാ? നിന്റെ സ്വഭാവം അങ്ങനത്തതല്ല. ഗടുക്ക് ഗുടുക്ക് തിന്നിച്ച് ആ പല്ലി തേക്കാതെ അല്ലാഹ് വേർപ്പിൽ കുളി നാറിയിട്ട് പോയിട്ട് ഓലെടുത്ത് കിടന്ന് ഓൾ ചവിട്ടാതിരിക്കുവാളാ? ലാ തഫ്അലന്ന അഹദുക്കും കബഹീമത്തിൽ അൻആം. ഭാര്യയുടെ അടുത്ത് പോകുമ്പോൾ മൃഗങ്ങളെ കൊണ്ട് പോകണ്ട. ശമീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യയുടെ അടുത്ത് പോകുമ്പോ പിരിച്ചപ്പെട്ട ഭാര്യയല്ലേ കാണുമ്പോ അസ്സലാമു അലൈക്കും. അപ്പൊ ഭാര്യ സ്നേഹത്തോടു കൂടെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചെല്ലുമ്പോ നിനക്ക് പിരിച്ചമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതെന്തുമില്ല. ഊർക്ക് കെട്ടുന്നേ പിരിച്ചോണ്ടോക്കോന്, വൊങ്ക കെട്ടുന്നേ, നൂല് കെട്ടുന്നേ. ശൈത്താൻ കൂടുവല്ലാതെ കുറയുവറ. ഊർക്കൊണ്ട് ഫലമില്ല എന്നല്ല, ഫലമുണ്ട്. നൂല് കൊണ്ട് ഫലമുണ്ട്. ഫലമുണ്ട് ആർക്കുണ്ട്? ആ കെട്ടുന്ന സമയത്ത് നിസ്കാരമുണ്ടോ? കെട്ടുന്നവനിക്ക് നിസ്കാരമുണ്ടോ? കെട്ടുന്ന ആർക്ക് ഓൾക്ക് നിസ്കാരമുണ്ടോ? സുബ്ഹാനല്ലാഹ്. അവള് അള്ളാഹിനെ അനുസരിക്കുന്നവളാണോ? അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണോ? സുബ്ഹാനല്ലാഹ്.
അവനിതാ യഥാർത്ഥത്തിൽ ഒരു ഭാര്യന്റെ സ്നേഹം വേണമെങ്കിൽ, ഭാര്യനോട് പിരിസം വേണമെങ്കിൽ എന്ത് വേണം? അഫ്സുസ്സലാമ ബൈനക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമ്മിൽ സലാം പ്രചരിപ്പിക്കണം, സലാം ചൊല്ലണം. അത് സ്നേഹമുണ്ടാക്കും, സ്വർഗത്തിൽ കടത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടാളുടൻ മിണ്ടേണ്ടത് സലാം കൊണ്ടാണ് മോമിനികളെ. മുന്നല്ല അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതെന്തില്ല ഉസ്താദിനെ കാണുമ്പോൾ സലാം ചൊല്ലുന്ന അവസ്ഥ നോക്കണം. അസ്സലാമു അലൈക്കും ഉസ്താദ്, സലാമിന് എരിയുന്ന ശരിയല്ല. അപ്പൊ ഉസ്താദ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല ഉസ്താദ്, എൻ്റെ മോന് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും ചൊല്ലിയെന്നല്ല, സലാം ചൊല്ലിനാ. സലാം മടക്കോ ഉസ്താദ്? ഒരു ഉസ്താദിന്റെ ഗൾഫിന്റെ മോന് സലാമു ചൊല്ലിയിരുന്നു, എങ്ങനെ നീ ചെല്ലണം പോയിട്ട് ഉസ്താദിന്റെ അടുത്ത്? എന്റെ മോന് അസ്സലാമു അലൈക്കും ചൊല്ലിന് ഉസ്താദ്. വഅലൈക വഅലൈഹിസ്സലാം. ഉസ്താദ് മടക്കുന്ന നോക്കുന്ന രൂപം. ഇദാ ഉഹീതും ബിതഹിയ്യത്തിൻ ഫഅയ്യു ബിഅഹ്സന മിൻഹാ. ഖുർആൻ. നിങ്ങൾക്ക് ഒരാൾ സലാമു ചൊല്ലുമ്പോ ആ സലാം മടക്കേണ്ടത് എങ്ങനെ? വഅലൈക്കും അസ്സലാം മാത്രല്ല, വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് സ്വർഗത്തിലേക്ക് കടത്തുന്ന അഭിവാദ്യം. അതുകൊണ്ട് ഭാര്യന്റെ പിരിസം വേണ. നീ 12 മണിക്ക് പോകൂ, 1 മണിക്ക് പോയോ, എത്ര മണിക്ക് പോയാലും നിന്റെ ഭാര്യ വാതിൽ തുറക്കുമ്പോ അസ്സലാമു അലൈക്കും നീ ചൊല്ലിയാൽ, പതിവാക്കിയാൽ, ഉറുകു കെട്ടേണ്ട ആവശ്യമില്ല, നൂല് കെട്ടേണ്ട ആവശ്യമില്ല. ആ സലാമു കൊണ്ട് എന്റെ സ്നേഹം ഏറമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിരിസം ഉണ്ടാക്കാനുള്ള മാധ്യമമാണ് സലാം. ഇപ്പൊ സലാം ഉണ്ടാ പറഞ്ഞു. ഗൾഫിൽ പോയിട്ടൊന്ന് പതിവാക്ക്, ഗൾഫിൽ നോക്കിയിട്ടൊന്ന് പഠിക്ക്. ഗൾഫിൽ അറബികൾ സുബ്ഹാനല്ലാഹ് എന്ത് വേനെ ആക്കട്ടെ പറയും. അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ. പാല് കൈപ്പെന്ന് കേൾക്കുന്നല്ല, കൈഫൽ ഹാൽ, എങ്ങനെ ജീവിതം എങ്ങനെയുണ്ട്? ഓ സുന്നത്തുൽ ജമാ, നിങ്ങളുടെ ജമാഅത്ത്, നിങ്ങളുടെ ഫാമിലി എങ്ങനെയുണ്ട്? എന്ത് സന്തോഷം എന്നറിയോ? അങ്ങോട്ട് കണ്ട മുത്തി മണത്തിട്ട് അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ. പിന്നെ സലാം തന്നെ. അത് ആര് വേണേ ആവട്ടെ. ചോറ് വയ്ക്കുമ്പോൾ നോക്കൊരു ഹുർമത്ത്. നമ്മളവിടെ ചോറ് വയ്ക്കുന്ന എങ്ങനെ? ഇപ്പൊ ബെപ്പാന്റെ സിസ്റ്റമായിട്ടല്ല, ബെപ്പമാരെ പോലെ എവിടെ പോയി ബെപ്പമാരെ സിസ്റ്റം. എന്ത് എനിക്ക് എന്തിന്റെ തിന്നെ യാറബ്ബെ വലത്തെ കയ്യിൽ അടുത്ത കയ്യിൽ തിന്ന അവസ്ഥ ഞാനത്തെ ചെല്ലില്ലേ? ഇത് ഉണ്ടാക്കിയ ആള് റബ്ബെ ഓമ്പിയാച്ച സ്വർഗത്തിൽ പോകുന്ന തന്നെയാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. വേസ്റ്റ് ചെയ്യുന്ന ആള്, വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ച ആള്, അവൻ ശൈത്താന്മാരെ ചങ്ങായിമാരാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. ഒരു മനുഷ്യന് തിന്നുന്നതാക്കണ്ടേ? അഞ്ഞ് ചെമ്മീൻ ബിരിയാണി, ഇപ്പോഴത്തെ മട്ടൻ ബിരിയാണി, അപ്പോഴത്തെ കോഴി ബിരിയാണി, അപ്പോഴത്തെ പൂച്ചയല്ല എന്തെല്ലാം ബിരിയാണി. അത് മാത്രമാണ്. ഏതെല്ലാം സൈസിന്റെ ഫ്രൂട്ട് ഇതെല്ലാം കണ്ടിട്ടാൻ പോകാൻ എല്ലാത്തിനും എടുത്തിട്ട് കുറച്ച് ഇട്ടിട്ട് പകുതി കൊണ്ടിട്ട് വേസ്റ്റാക്കുന്നു, വലിച്ചെറിയുന്നു. ഇതിന്റെ കാരണക്കാരായ നമ്മ നരകത്തിലാവോ ഇല്ലേ? ഇന്നൽ മുസ്രിഫീന ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. വേസ്റ്റ് ചെയ്യാന്നാല് അല്ലാഹ് ഇഷ്ടപ്പെടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. ഇത് നമ്മൾ സൂക്ഷിക്കണം. അവർ മൊയിലാഞ്ചി കല്യാണാവട്ടെ, മഹഞ്ചി കല്യാണാവട്ടെ, ചോപ്പാവട്ടെ, മഞ്ഞാവട്ടെ, ഇതെല്ലാം ചെയ്തിട്ട് വേസ്റ്റാക്കുന്നതിനേക്കാൾ ഖൈറെന്നറിയോ? ഇതാ നിന്റെ നിരകരയിൽ ഫാത്തുമ്മാനെ കൂടെ പഠിച്ച ഒരു പോത്തുമ്മുണ്ട്, ഒരു മോളുണ്ട്. പോത്തുമ്മൽ നല്ല മരിയമുണ്ട്, നല്ല ആയിഷ ഉണ്ട്. നിന്റെ മോളെ കൂടെ സ്കൂളിന് പോയ, മദ്രസക്ക് പോയ ഒരു മോളുണ്ട്. ഓളെ വിവാഹം കഴിഞ്ഞിട്ടില്ല, പാവപ്പെട്ടവളാണ്. അപ്പൊ എന്നെ മനസ്സിലാകുന്ന റബ്ബേ, ഈ മെഹന്തി കല്യാണം, ആ കല്യാണം വേണ്ട, അതിന്റെ പൈസ അല്ല, ഓക്ക് കൊടുത്തിട്ട് എന്റെ മോളെ കല്യാണത്തിന് അത് മംഗളം കഴിച്ചു കൊടുക്കണം. ഈ നീയത്ത് വെച്ചെങ്കിൽ നിന്നെക്കാൾ നല്ലവൻ വേറെ ഉണ്ടാ. വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കൊടുത്താൽ അവൻ അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്ന പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരെ, എന്റെ ബാല്യക്കാരെ, നാട്ടിലെ ജമാഅത്തുകാരെ, നിങ്ങൾ ചെയ്യണം ഈ പ്രവർത്തനം. എല്ലാത്തിനും വേസ്റ്റ് ചെയ്തിട്ട്, ഹറാമത്ത് ചെയ്തിട്ട് നിങ്ങളെ ദാമ്പത്യത്തിലേക്ക് കടത്തുന്ന നിങ്ങളെ മോളോ നിങ്ങളെ മോനോ ഒരു പ്രയോജനമില്ലാതെയാകും. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ, നമ്മളെ മോക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഹലാലായ നിലക്കുള്ള ജീവിതമാണ്.
എൻ്റെ മോന് അതാ ഏതോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പെണ്ണുമായിട്ടുള്ള വിവാഹമാണ്. അല്ലാഹ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്തൊരു ദുആ ഇത്! പടച്ചവനെ, എൻ്റെ മോന് ഇന്നാൾ നാട്ടിൽ നിന്ന് അതാഞ്ചാൻ്റെ മോളെ കൊണന്നിനി, അപ്പൊ ഖച്ചാൻ്റെ മോന് മങ്ങലായിനി. എന്നാലോ അല്ലാഹ് അവലെ ദാമ്പത്യം നന്നാക്കണം. ഭാര്യ ഭർത്താവിനെ കാണൂ, സന്തോഷം വേണം. എന്റെ മോന് ഭാര്യയെ നോക്കുമ്പോ സന്തോഷം വേണം, ആഹ്ലാദം വേണം, ഖുശി വേണം, റാഹത്ത് വേണം, പിരിസം വേണം. തമ്മാത്തമിൽ സ്നേഹം വേണം, പിരിസം വേണം. അതുകൊണ്ട് എൻ്റെ ആചാര്യമാരെ, എൻ്റെ നാട്ടുകാരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ മോനിക്ക് വിവാഹം കഴിക്കുമ്പോൾ, മോക്ക് വിവാഹം കഴിക്കുമ്പോൾ നല്ല നീയത്ത് വേണം. ഒരു കല്യാണത്തിൽ ഒരു ഹറാമും വന്നൂടാ, ഒരു അനാചാരം വന്നൂടാ. എത്ര വാഴ് ഞമ്മ കേൾക്കുന്നു. വാഴ് കേട്ടപ്പാട് ഏരല്ലാതെ കുറവുണ്ട. എന്ത് കല്യാണം എന്ന് പറയുമ്പോൾ വിഷയം കേൾക്കേണ്ട. എല്ലാവരും വലിയ നടക്കുന്ന അനാചാരം എത്ര. വീട്ടു കൂടുമ്പോ വരുമ്പോ നോക്കണം, JCB വരുന്ന പുറത്തു കൊണ്ടുപോകണേ ഹംപിനെ. പുതിയാപ്പിള പുതിയ വഴിനെ JCB ഇരുത്തി കൊണ്ടിരുന്ന അംഗവിക്കലന്മാരെ പോലെ വരുന്ന റബ്ബെ. പുതിയാപ്പിളെ അംഗവിക്കലനായിട്ട് വരുന്നേ. ഇതല്ല തമാശ. ഒരു വീട്ടിൽ കൂടുന്ന സമയത്ത് ഒരു മണിയറയിൽ ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് ചെല്ലിയതെന്നറിയോ? മുഹമ്മദ് മുസ്തഫ. जोर से बोलना मोहम्मद मुस्तफा, प्यार से बोलना मोहम्मद मुस्तफा, इश्क में बोलना मोहम्मद मुस्तफा. अल्लाहुम्मा सल्लि व सल्लिम व बारिक अलैहि. മുഅ്മിനീങ്ങളെ, മണിയറയിൽ ചെല്ലുമ്പോ പുതിയാപ്പിളിന്റെ അവസ്ഥ എങ്ങനെ വേണം? അള്ളാന്റെ റസൂല് പറഞ്ഞു, മോനെ, ആദ്യമായിട്ട് നിന്റെ ഭാര്യന്റെ അടുക്കൽ നീ പോകുന്ന സമയത്ത് അവളെ തലയിൽ ഒന്ന് മന്ത്രിച്ച് ഊതിയിട്ട് ഉദുവോടുകൂടെ പിന്നെ എന്ത് വേണം? 2 റക്അത്ത് നിസ്കരിക്കണം മോനെ. ആ നിസ്കാരത്തിൽ നല്ലോണം ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ, എൻ്റെ റബ്ബ്, എനിക്ക് നീ തരണം. മിന്നസ്വാജിന, എന്റെ ഭാര്യയിൽ നിന്നിട്ട് എനിക്ക് തരണം. എന്ത് തരണം? ഖുർറത അയുൻ, നല്ല സന്തോഷം തരണം. അല്ലാഹ്, സന്തോഷം കിട്ടാതിരിക്കുക. ആ നിസ്കരിച്ചിട്ട് പിന്നെ മണിയരിൽ ചെന്നിട്ട് ഓളുമായിട്ട് ബന്ധപ്പെടുമ്പോ, ഓളുമായിട്ട് ആ കൂടുമ്പോ നല്ല റാഹത്തോടെ സന്തോഷത്തോടുകൂടെ നല്ല സംസാരം സംസാരിച്ചിട്ട് വേണ്ടാത്തതൊന്നും ഉണ്ടാതെ. ഇതിപ്പോ എന്തറിയോ, 2 മാസം മുന്നേ എൻഗേജ്മെന്റ് ആയി. ഫോണോടെ തന്നെ ഫോൺ കൊടുത്തിനല്ലേ എൻഗേജ്മെന്റിന്. ഈ ഫോണുമായിട്ട് ഹറാമിയത്തിൽ ബന്ധപ്പെട്ട് അവസാനം മണിയറയിൽ ചെല്ലുമ്പോൾ കേൾക്കുന്നത് എല്ലാം ഉണ്ടിനി. ഞമ്മ ഐസ്ക്രീം പാർലറിൽ മുഞ്ഞാന്ന് ഞമ്മ കണ്ടീന്. മുഞ്ഞാന്ന് പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുന്ന എന്നെ കൂട്ടിക്കൊണ്ട് പോയിനെ. ഇന്ന് ഒന്ന് മറന്നിനല്ലമ്മ. എന്തിന്റെ ഇന്ന് ഞാൻ കേൾക്കത്തെ പൊറ്റല്ലേ? എന്ത് കേൾക്കുമ്മ? ഞാൻ ചെല്ലാതിരിക്കുക. എന്തിന്റെ അമ്മ? നീ മുന്നാരെങ്കിലും ലവ് ആക്കിനെ വേണം. എല്ലാ ബാത്തിലായില്ലേ? ബിരിയാണിക്ക് പല്ലി വീണവരായി. അള്ളാഹ് ഓലെ മനസ്സ് അന്ന് തന്നെ പോയി. ഇത്ര ഫിർത്ത് വെച്ച എൻ്റെ മാപ്പിള ഇന്ന് കല്യാണത്തിന് ശേഷം മണിയറിൽ കേട്ട കേൾവി എന്ത്? നീ മുന്നാരെങ്കിലും ലവാക്കിനെ, ഇത് ചെല്ലണം നീ. അപ്പൊ ഓള് ചെല്ലവർ 4 ആളെ ലവാക്കിനെ. 5ാമത്തെ ആൾ കിട്ടിയിട്ടില്ല. നിങ്ങൾ അന്ന് തന്നെ പോയില്ലേ? പിറ്റേന്ന് തന്നെ ഓൻ്റെ മനസ്സ് പറഞ്ഞു. ബാപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ചെല്ലിയെന്നില്ലറിയോ? ഓലെ കൊണ്ടിട്ട് വല്ലാക്കിയാവാ. അല്ലാഹ് ഇത് കാരണം എന്ത്? ഇതേ ഹറാമായ ഫോണ്, നീ കൊടുത്ത ടെലിഫോണ്, അതിന് സപ്പോർട്ടാക്കിയ ബാപ്പ, അതിന് സപ്പോർട്ടാക്കിയ ഉമ്മ. ടെലിഫോൺ കൊടുക്കുമ്പോ ചെല്ലണം പാടില്ല. പെണ്ണ് ചെല്ലണോ, ഭാര്യ ചെല്ലണോ? പെണ്ണ് നോക്കാൻ വന്നവനോട് എനിക്ക് നിന്റെ മൊബൈലിന്റെ ആവശ്യമില്ല, ഹലാലായിട്ടില്ല, മുണ്ടോണായിട്ടില്ല, നിക്കാഹ് ചെയ്താ നിങ്ങൾ മുണ്ടാ, അതിന് മുന്നേ മുണ്ടോൻ പാടില്ല. ഇതെന്തുമില്ല, 3 മാസം 1 കൊല്ലോ ചിലപ്പോ ഗൾഫിൽ പോയിട്ടൊക്കെ വന്ന് തിരിഞ്ഞിട്ടുള്ള പേരുണ്ട്. പിന്നെ മംഗളം, അത് മംഗളല്ല മൊങ്ങളം. ഉള്ള കാക്കട്ടെ, പടച്ചറബ് സലാമത്താക്കട്ടെ. ഇതാര് ചെയ്യുന്ന ഞമ്മ? ഈ ശത്രു ചെയ്തല്ലേ അമ്മ?
ദീനിന്റെ ശത്രുക്കളെ നീ തമർത്തോ അല്ല തകർത്ത്. ദീനിന്റെ ശത്രു ജമാൻ ദീനിലുള്ളവരൻ ഞമ്മാക്കുന്ന പരിപാടിയല്ല ഹറാമിന്റെ പരിപാടി. ഒന്നിലെങ്കിൽ ഹലാലുണ്ട് പെണ്ണ് നോക്കുമ്പോ ആരി നോക്കണോ? ആരി ഉപ്പയാ മൂത്തോനാ? അത് ഞമ്മളെ മൂത്തോ നോക്കിയാൽ മതി. എനിക്ക് ഓൻ വന്നിട്ട് ചെന്ന് എന്തറിയോ, അത് മൂത്തോൻ എന്നെ കെട്ടട്ടെ, എനക്ക് വേണ്ടോ? വേണ്ട. അതിനു വേണ്ടി അള്ളാന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ തന്റെ നാവ് കൊണ്ട് പ്രചരിപ്പിച്ചത് എന്താണെന്നറിയോ? പെണ്ണ് നോക്കുന്നവൻ പുതിയാപ്പിളയാകണം, കെട്ടാൻ ഉദ്ദേശിക്കുന്നവനാകണം. പെണ്ണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നവൻ പോയിട്ട് പെണ്ണ് നോക്കണം. പെണ്ണ് നോക്കുന്നതിന് എങ്ങനെ നോക്കുന്നേ? നടപ്പിച്ചിട്ട് തറപ്പിച്ചിട്ടല്ല, മുഖവും മൂക്കൈ മാത്രം നോക്കണം. എന്താ മുഖത്തിൽ ചില ലക്ഷണമുണ്ട് ഒരു പെണ്ണിന്റെ, കയ്യിൽ ചില ലക്ഷണമുണ്ട്. അതിപ്പോ ചെല്ലിയെങ്കിൽ ഇന്നാണ് കാലഘട്ടത്തോളം. ഈ ഉസ്താദ് മുന്നേ ബണ്ണിനെങ്കിൽ ഞാൻ നിന്നെ കേട്ടല്ല, അങ്ങനെ അതിന് ഞാൻ ചേർത്തല്ല. ഒരു പെണ്ണിന്റെ മുഖത്തിൽ ചില ലക്ഷണമുണ്ട്, ഒരു മുൻകൈയിൽ ചില ലക്ഷണമുണ്ട്. ആ ലക്ഷണം കണ്ട് പുതിയാപ്പിള മനസ്സിലാക്കിയ പെണ്ണ് കെട്ടണം. എന്നിട്ടോ പുതിയ പെണ്ണിനെ കണ്ടിട്ട് ഓക്കെ ആയെങ്കിൽ ഉമ്മനോട് ചൊല്ലണം, ഉമ്മ എനിക്ക് ഓക്കെയാ, അതുകൊണ്ട് ഉമ്മ എന്റെ ഭാര്യ എന്റെ പെണ്ണിനെ ഒന്ന് ശരിക്കും നോക്കണം. കണ്ണ് കോസുണ്ടോ, കാല് മോട്ടുണ്ടോ, ഇതെല്ലാം നോക്കേണ്ട പരിപാടി ഉമ്മാക്കും പെങ്ങന്മാർക്കും. ഉപ്പക്കല്ല, മൂത്തോനല്ല. മൂത്തോ طلع البدر علينا മഹാനായ തങ്ങൾ വരുന്നത് طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. മഹാനായ നമ്മളെ അലി തങ്ങളുടെ മകനായ സമീം തങ്ങൾ നമ്മളെ മജ്‌ലിസിലേക്ക് വന്നുപോയി. അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു നൽകട്ടെ എന്നുള്ള സ്വാഗതം എൻ്റെ ഇവിടുത്തെ ജമാഅത്ത് വകയിലും എൻ്റെ സ്വന്തം വകയിലും ഇവിടുത്തെ എല്ലാവരുടെ വകയിലും ഞാൻ അർപ്പിക്കുകയാണ്. അള്ളാഹു മഹാനായ തങ്ങൾ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും സന്തോഷവും നൽകട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ വഅദിലേക്ക് ഞാൻ കടക്കുന്നില്ല. പറഞ്ഞെങ്കിൽ ഇനി 2 മണിക്കൂർ വേണം. അതുകൊണ്ട് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. എവിടെയായാലും എങ്ങനെയായാലും എൻ്റെ ചെറുപ്പക്കാരാ മരണം വരും. ആ മരണത്തിന് മുമ്പ് നമ്മൾ നല്ലവരാവണം, നിസ്കാരമുള്ളവരാവണം, ദീനുള്ളവരാവണം. പേര് മാത്രം ദീനുള്ളത് കൊണ്ട് കാര്യമില്ല. അബ്ദുള്ള, അബൂബക്കർ, മൂസ, ആയിഷ, ഫാത്തിമ, ഹഫ്സ പേര് പോരാ. ആ പേരുള്ളത് പോലെ നിസ്കാരം പോണം. തഖ്വ ഉണ്ടോ, ഇബാദത്തുണ്ടോ, അല്ലാഹു വഴി കാണിച്ചു തരുന്ന മക്കളെ. നമ്മൾ കബഡിന്റെ പിന്നാലെ, വോളിബോളിന്റെ പിന്നാലെ കൂടുതൽ പോകാതെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരണം. നിസ്കാരമാണ് നമുക്ക് നിർബന്ധമായത്. നിസ്കാരമുണ്ടോ? 5 വക്ത് നിസ്കാരം പടച്ച റബ്ബ് തന്നത് നമ്മുടെ കൊണത്തിന് വേണ്ടിയാണ്. അത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മതിയാക്കുക. 5 വക്ത് നിസ്കാരം എൻ്റെ ചെറുപ്പക്കാരെ ഒരിക്കലും വിടാൻ പാടില്ലെന്നല്ല, എൻ്റെ വയസ്സന്മാരെ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ. കാരണം ആ 5 വക്ത് നിസ്കാരത്തിലാണ് എല്ലാം ഉള്ളത്. നോക്ക്, അള്ളാഹു നമുക്ക് ളുഹുർ നിസ്കാരം തന്നു. എന്തിനാ നിങ്ങൾക്കറിയോ? ളുഹുർ നിസ്കാരം റബ്ബ് തന്നത് എന്തിനാ? ബർക്കത്തിനാ. അല്ല ഉസ്താദ്, ബർക്കത്ത് കൂടുതലുണ്ട്. നമ്മൾ സമീപ തങ്ങളും ഞാൻ ബർക്കത്തിന് തന്നിനി. പൊരല് അസ്മാഉൽ ഹുസൈൻ വെച്ചിന്, ചെരുപ്പിന്റെ റസൂലുള്ളാഹിന്റെ ചെരുപ്പുണ്ട്. പിന്നെ എല്ലാത്തിനും അവിടെ പൊരലുണ്ട്, അങ്ങാടിലുണ്ട്, സമീപ തങ്ങളതുണ്ട്, അലി തങ്ങളതുണ്ട്, ഉദ്വത്ത് ഉസ്താദ്, ആറ്റക്കോയ തങ്ങളത് എല്ലാം ഉണ്ട്. ഉമ്മ ബർക്കത്ത് വരെ ഉണ്ട് ഉസ്താദ്. പിന്നെ അതിന് മതിയാത്തിന് കുറെ ഞാൻ ബർക്കത്തല്ലാക്കുള്ള മോനെ. ആ തമീമ തങ്ങൾ തന്നതും മഹാനായ അലി തങ്ങൾ തന്നതും കുമ്പോൾ തറവാട്ടിലെ ആല് തന്നതും ഏത് തങ്ങന്മാർ തന്നതും ഉസ്താദുമാർ തന്നതും നീ വെച്ച അസ്മാഉൽ ഹുസ്നി, അസ്മാഉൽ ബദർ,
അത് ഉപകാരമാകണോ? നിന്റെ വീട്ടിൽ ബർക്കത്ത് ചൊരിയണോ? നിന്റെ റിക്ഷയിൽ നിന്റെ ഏതെല്ലാം പരിപാടികളുണ്ടോ, ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ, ഏതെല്ലാം ബിസിനസ് ഉണ്ടോ, അതിൽ ബർക്കത്ത് റബ്ബ് തരണോ? ളുഹുർ നിസ്കാരമില്ലേ? മൻ തറക സ്വലാത്തുൽ ളുഹ്രി ഫലൈസ ഫീ റിസ്ഖി ബറക. ളുഹുർ നിസ്കാരമില്ലേ ഒരു ബർക്കത്തും റബ്ബ് തരൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ബർക്കത്തും നമുക്ക് കിട്ടില്ല. ളുഹുർ നിസ്കാരം നിർബന്ധമായിട്ട് നമ്മൾ നിസ്കരിക്കണം. അതിന് മുമ്പുള്ള റവാത്തിബുകളും സുന്നത്തുകളും നിസ്കരിക്കണം. അതുപോലെ ഞാൻ ചുരുക്കി പറയാണ്, അസ്ർ നിസ്കാരം റബ്ബ് തന്നെ എന്തിനാണ് റബ്ബ് അസ്ർ നിസ്കാരം നമുക്ക് തന്നതെന്ന് അറിയോ? സുബ്ഹാനല്ലാഹ്. ആഫിയത്ത് വേണ്ടേ? ആരോഗ്യം വേണ്ടേ? മനുഷ്യനിക്ക് നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ. മനുഷ്യനിക്ക് രണ്ട് നിഅമത്ത് തന്നാൽ ഭാഗ്യവാനാണ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് റെസ്റ്റ്. ഇത് രണ്ടും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്നാലോ ആരോഗ്യം വേണം മോനെ ചെറുപ്പക്കാരാ. ഉസ്താദ്, ആരോഗ്യത്തിൽ നിന്നും മോശമല്ല. ജിമ്മിൽ പോയി കൊണ്ടുള്ള നോക്കി അല്ല പട്ടെ സമീപതങ്ങളെ പറ്റതിയല്ലേ സൽമാൻ ഖാന്റെ പട്ടെ. അല്ലാഹ്, പിന്നെ വേറെ ശൈത്താൻ വേണം. ഒരു നരമ്പ് പൊട്ടിക്കുള്ള ഒറ്റ. നിന്റെ നരമ്പിന് ശക്തി വേണം, ആഫിയത്ത് വേണം ഉമ്മ, ആരോഗ്യം വേണം ഉമ്മ. രാവിലെ എണീച്ച് ഓടിയത് കൊണ്ടോ ചാടിയത് കൊണ്ടോ പറയില്ല. അസ്ർ നിസ്കാരമുണ്ടോ ആഫിയത്ത് ഏറെ തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ തറക സലാത്തുൽ അസ്രി ഫലൈസ ഫീ ജസദിഹി ഖുവാ. അസ്ർ നമാസ് नहीं तो तेरा जिस्म में आफियत नहीं है. അസ്ർ നിസ്കാരം ഇല്ലേ നിന്റെ ശരീരത്തിൽ ആഫിയത്തില്ല. ലേഹം കുടിച്ചത് കൊണ്ടോ വിറ്റാമിൻ തിന്നത് കൊണ്ട് ഫലം കിട്ടണമെങ്കിൽ, നിങ്ങൾ തന്നത് ആ മന്ദിരിച്ച വെള്ളം കുടിച്ചിട്ട് ശക്തി കിട്ടണമെങ്കിൽ അസ്ർ നിസ്കരിച്ചിട്ട് കുടിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചുരുക്കി പറഞ്ഞിരുന്നു. അപ്പൊ ളുഹുർ നിസ്കാരം ബർക്കത്തിനാണ്, അസ്ർ നിസ്കാരം ആഫിയത്തിനാണ്. പിന്നെ മഗ്രിബ് നിസ്കാരം റബ്ബ് തന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതം കൂടുതലില്ല. കണ്ടില്ലേ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥ. ചെറുപ്പക്കാരാണ് കൂടുതൽ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയില്, ബൈക്ക് ആക്സിഡന്റ്, അല്ലാഹു കാക്കട്ടെ. തങ്ങളവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവേ സർവ്വ അപകടത്തിൽ നിന്ന് ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകേണ്ട സ്ഥലം അത് ചില്ലറ സ്ഥലമല്ല. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നമ്മുടെ യാത്ര കഴിഞ്ഞാൽ നമ്മുടെ യാത്ര എവിടെ പോകുന്നത്? എവിടേക്കാണെന്നറിയോ? ഖബറിലേക്കാണ്. ആ ഖബറിൽ രക്ഷ വേണോ? ആ ഖബറിൽ സലാമത്ത് വേണോ? മഗ്രിബ് നിസ്കരിയെന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്ന് നിസ്കാരം മനസ്സിലായില്ലേ? ളുഹുർ ബർക്കത്ത്, അസ്ർ ആഫിയത്ത്, മഗ്രിബ് ഖബറിൽ സലാമത്ത്. ഇനി സ്വർഗത്തിൽ പോകണ്ടേ? ഖബറിൽ കുറെ കാലം കടന്നിട്ട് പിന്നെ ഒരു യാത്രയുണ്ട് മഹ്ശറയിലേക്ക്. ആ മഹ്ശറയിൽ പോയപ്പോൾ നമ്മൾ രണ്ട് വിഭാഗമാക്കലുണ്ട്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലും ഒരു വിഭാഗം നരകത്തിലും. ആ സമയത്ത് സ്വർഗത്തിൽ നമ്മൾ പെടണോ? മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ദോ നമാസ് കട്ടി പക്കടോ ജന്നത്ത് में जाएगा. രണ്ട് നിസ്കാരം മുറുകെ പിടിച്ചാൽ സ്വർഗത്തിൽ പോകാം. ആ സ്വർഗത്തിൽ പോകുന്ന നിസ്കാരമാണ് ഇശാഉം സുബ്ഹിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ പോകുന്ന നിസ്കാരമാണ് ഇശാഉം സുബ്ഹിയും. കൂടുതലും മഗ്രിബും ഇശാഉം ഖലാക്കിട്ട് ഉറങ്ങുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. സുബ്ഹിക്ക് ബാങ്ക് കേൾക്കുന്നു. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കിനേക്കാൾ നിസ്കാരം ഖൈറെന്ന് വിളിക്കുമ്പോൾ എന്റെ മക്കളെ, ഞങ്ങൾ ഉറങ്ങിയാൽ മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബ്ഹി നിസ്കരിച്ചവൻ അല്ലാഹുവിന്റെ കാവലിലായി പോയി. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ മോമിനീങ്ങളെ, എൻ്റെ ഉമ്മപ്പെങ്ങന്മാരെ, ഈ 5 വക്ത് നിസ്കാരം മുറുകെ പിടിച്ച് സദാസമയത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനായ തങ്ങളവர்கள் നമുക്ക് വേണ്ടുമ്പോൾ ദുആ ചെയ്യും. അടുത്ത വർഷം അല്ലേ